प्रश्न ये है, कर्मातीत स्थिति, फरिश्ता स्थिति, अशरीरी स्थिति, विदेही स्थिति, तो इन स्थितियों में सूक्ष्म अंदर क्या है? ഈ നാല് സ്ഥിതികളിലുമുള്ള സൂക്ഷ്മമായ വ്യത്യാസം എന്താണ്? हम सबकी संपन्नता, उसका आधार है ये भिन्न भिन्न स्थितियाँ। वास्तव में सभी का आधार है आत्म अभिमानी स्थिति। जितना आत्म अभिमानी स्थिति में हम रहते हैं उतना देह का भान खत्म होता जाता है, विदेही स्थिति का अनुभव होता है। देह में होते भी देह से अलग हैं, विदेही हैं। और अशरीरी स्थिति भी वास्तव में विदेही स्थिति ही है। लेकिन जब हम योग में बैठते हैं, कर्म में रहते हैं, तो देह भान से न्यारी विदेही स्थिति का अनुभव करते हैं, फरिश्ता स्थिति का अनुभव करते हैं। और जब योग में बैठते हैं तो शरीर के भान को भूल करके मैं आत्मा जो हूँ, जैसी हूँ, उस स्वरूप में स्थित होते तो वो अशरीरी स्थिति कहलाती है आत्माभिमानी स्थिति। लेकिन कोई कर्म में, कोई योग में, कोई सोते समय, कोई व्यवहार में आते समय कभी आत्म अभिमानी स्थिति कहते हैं, कभी देही अभिमानी स्थिति कहते हैं, कभी विदेही, कभी अशरीरी। और कर्मातीत स्थिति माना कोई भी कर्म अपने बंधन में न बांधे। हम कर्म क्षेत्र पर हैं, कर्म से हम मुक्त नहीं हो सकते, कर्म से अतीत नहीं है, लेकिन कर्म के बंधन से अतीत रह सकते हैं। तो जो सेवाएं हम कर रहे हैं, सेवाएं करते हुए सेवाएं हमें बंधन में न बांधने, इतना हम न्यारे प्यारे बन करके करें और करके बाबा को समर्पित कर दें। तो कर्म क्षेत्र पर कर्मातीत स्थिति का ये अनुभव है। लेकिन बाबा कई बार कहते हैं, जब तुम बच्चे कर्मातीत स्थिति तक पहुँचोगे तो ये शरीर छूट जाएगा। माना फिर कर्म करने की आवश्यकता नहीं है, कर्म से परे आत्मा हो जाएगी। वो कर्मातीत स्थिति, फरिश्ता स्थिति, न्यारी स्थिति, वो हमारी संपन्न स्थिति है। लेकिन कर्म क्षेत्र पर जहाँ कर्म कर रहे हैं वहाँ हम कर्म बंधन से फ्री रहें, कोई बंधन न बने। वो कर्मातीत स्थिति में जैसे वो कोई कर्म कर रहा है, जिसका कोई भान नहीं है, जिसके फल की कोई इच्छा नहीं है, किया और समर्पित कर दिया, बाबा तूने करा लिया, शुक्रिया। നമ്മുടെ സമ്പന്ന സ്ഥിതിയുടെ ആധാരമാണ്, സമ്പന്നതയുടെ ആധാരമാണ് ഈ നാല് സ്ഥിതികളും: കർമാതീത സ്ഥിതി, അശരീരി സ്ഥിതി, വിദേഹി സ്ഥിതി, ഫരിഷ്ത സ്ഥിതി. എല്ലാ സ്ഥിതിയുടെയും ആധാരം യഥാർത്ഥത്തിൽ ആത്മാ അഭിമാനി സ്ഥിതിയാണ്. അതായത് ആത്മാവ് ദേഹത്തിലിരിക്കെ തന്നെ ദേഹത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ. അത് നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിദേഹി സ്ഥിതിയുടെ അനുഭവം നമുക്ക് ചെയ്യാൻ സാധിക്കും. ദേഹത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ് ആത്മാവ്, പക്ഷേ ദേഹത്തിൻ്റെ ആ ഒരു ആകർഷണത്തിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള അവസ്ഥ. അത് തന്നെയാണ് ഫരിഷ്ത സ്ഥിതിയുടെ അവസ്ഥയും. നമുക്ക് ദേഹത്തിലിരുന്ന് കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് അനുഭവം ചെയ്യാൻ പറ്റുന്നതാണ്. വിദേഹി സ്ഥിതിയാണെങ്കിലും ഫരിഷ്ത സ്ഥിതിയാണെങ്കിലും. അശരീരി സ്ഥിതി എന്ന് പറയുമ്പോൾ നമ്മൾ യോഗം ചെയ്യുന്ന സമയത്ത് തീർത്തും അവിടെ ദേഹത്തിൻ്റെ യാതൊരു ഓർമ്മയോ ബോധമോ ഇല്ലാതെ കേവലം ആത്മാവിൻ്റെ ഒറിജിനൽ സ്വരൂപത്തിൽ ഇരിക്കുന്ന അവസ്ഥയാണ് അശരീരി സ്ഥിതി. ആത്മാവ് മാത്രം. ആ സ്ഥിതിയാണ് അശരീരി സ്ഥിതി എന്ന് പറയുന്നത്. കർമാതീത സ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർമ്മത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് അതീതമായിട്ടുള്ള സ്ഥിതിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കർമ്മം ചെയ്യുന്നു, ബാബയുടെ ഓർമ്മയിൽ കർമ്മം ചെയ്യുന്നു, പക്ഷെ ഡിറ്റാച്ച്ഡായി വളരെ ബാബയുടെ സ്നേഹിയായിട്ട് സ്നേഹത്തോടെ ബാബയുടെ സേവനം ചെയ്യുന്നു. ആ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമൊന്നും ഇച്ഛിക്കാതെ ചെയ്തതിന് ശേഷം അത് ബാബയിൽ സമർപ്പണം ചെയ്തു.
അതാണ് ബന്ധനമില്ലാത്ത അവസ്ഥ, ഇച്ഛയിൽ നിന്ന് മുക്തമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ കർമ്മക്ഷേത്രത്തിൽ കർമ്മം ചെയ്യുമ്പോൾ അനുഭവം ചെയ്യുന്ന അവസ്ഥ, ആ കർമാതീത അവസ്ഥയെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്. അല്ലാതെ കർമ്മത്തിന് അതീതമായ ഒരവസ്ഥ, നമുക്ക് കർമ്മം ചെയ്യണമല്ലോ, കർമ്മബന്ധനത്തിന് അതീതമായ അവസ്ഥ. പക്ഷെ വാസ്തവത്തിൽ ബാബ പറഞ്ഞിട്ടുണ്ട്, കർമാതീത അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അന്തിമത്തിലെ സമ്പൂർണ്ണ അവസ്ഥയാണ്. ആ സ്ഥിതി എത്തിക്കഴിഞ്ഞാൽ ശരിക്കും ആത്മാവ് ഈ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന അവസ്ഥയാണ്. അത് അന്തിമ സമയത്താണ് നമുക്ക് ലഭിക്കുന്നത്. दूसरा प्रश्न ये भाई जी, यज्ञ रक्षक ब्राह्मण आत्माएं लौकिक परिवार में रहते हुए लौकिकता और अलौकिकता में कैसे बैलेंस रख सकते हैं? कैसे लौकिकता को अलौकिकता में परिवर्तन कर सकते हैं प्रैक्टिकली? वास्तव में बाबा ने हमें प्रवृत्ति का एक अर्थ बताया है, परवृत्ति। वृत्ति परे रहे, फंसे नहीं कहीं, प्रवृत्ति में रहें, गृहस्थ व्यवहार में रहें, लेकिन गृहस्थी बन करके न रहें। क्योंकि हमने बाबा से कहा तन मन धन ये सब तेरा है, लेकिन बाबा कहता मैं लेके क्या करूँगा। मैं कहता हूँ बच्चे तुमने मुझे समर्पित किया, अब तुम ट्रस्टी बन करके इसको संभालो। जो भी है हमने तो बाबा को अर्पित कर दिया। अर्पित करके अगर हम उसको गलत रास्ते पर लगा रहे हैं, तन को कहीं गलत रास्ते पर ले जा रहे हैं, मन को इधर उधर के विचारों में भटक रहा है और धन कहीं व्यर्थ जा रहा है, तो ये अमानत में ख्यानत है। इस लौकिकता को अलौकिकता में परिवर्तन करना। जो भी हमें बाबा ने दिया है हमने तो बाबा को अर्पित कर दिया। जो कुछ हमारे पास अभी है वो सब बाबा का है, अमानत है, प्रभु अमानत है। उस अमानत में ख्यानत न हो, इसका अटेंशन रखना है। तन ईश्वरीय सेवा के लिए है। कोई भी सेवा, कोई भी काम, ड्यूटी, जिसको आज बाबा ने कहा कोई भी ड्यूटी मिलती है उसको सेवा समझ करके करोगे तो डबल फल मिलेगा। आज के वरदान में था डबल फल की प्राप्ति होगी। वर्तमान समय उस सेवा से खुशी मिलेगी और भविष्य प्रत्यक्ष फल के साथ भविष्य पद की प्राप्ति हो जाएगी। तो याद और सेवा, अगर कोई भी कार्य करते हुए दोनों बातों का बैलेंस है तो हम प्रवृत्ति में रहते न्यारे और प्यारे रह सकते हैं, लौकिकता को अलौकिकता में बदल सकते हैं। ध्यान रहे अभी हम अलौकिक लोग हैं, ब्रह्मा मुख वंशावली हैं। न लौकिक हमारी जाति है, न लौकिक हमारे संबंध है। निभाने के लिए लोगों को न लगे कि इन्होंने छोड़ दिया है, हम छोड़ते नहीं हैं, लेकिन साथ रहते भी बुद्धि से तोड़ते जरूर हैं। छोड़ते नहीं हैं, बुद्धि से तोड़ के रखते हैं कि हमारे नहीं हैं, ये सब बाबा के हैं। तो इस भाव में अगर रहेंगे तो लौकिकता अलौकिकता में बदल जाएगी। ഇപ്പോൾ ബാബ പറഞ്ഞു തന്നിട്ടുണ്ട്, പ്രവൃത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരവൃത്തി എന്നാണ് അർത്ഥം. അതായത് ലൗകിക വ്യവഹാരത്തിൽ ജീവിച്ചുകൊണ്ടും അതിൽ കുടുങ്ങാത്ത അവസ്ഥ, അതാണ് ബാബ ട്രസ്റ്റി എന്ന് പറയാറുള്ളത്. കാരണം ബാബ എന്തെല്ലാം തന്നിട്ടുണ്ടോ അത് വാസ്തവത്തിൽ ബാബയുടെ തന്നെയാണ് എന്നുള്ള സമർപ്പണ ബോധം, ശരീരമാണെങ്കിലും മനസ്സാണെങ്കിലും ധനമാണെങ്കിലും സംബന്ധങ്ങളാണെങ്കിലും എല്ലാം ബാബയുടെ പ്രോപ്പർട്ടിയാണ്. അത് എൻ്റെ അല്ല, അത് ബാബയുടെയാണ്. പക്ഷേ ബാബയ്ക്ക് ഇതൊന്നും വേണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണ് ബാബ പറഞ്ഞത് അതെല്ലാം നിങ്ങൾ സൂക്ഷിപ്പുകാരനെ പോലെ അത് സൂക്ഷിക്കൂ. സൂക്ഷിക്കാൻ ബാബ എന്നെ ഏൽപ്പിച്ചതാണ് എന്ന ഭാവനയോട് കൂടിയിട്ട് അതിനെല്ലാം ആ കാര്യങ്ങളെല്ലാം വ്യവഹാരത്തിൽ ഉപയോഗിക്കൂ. അതാണ് ട്രസ്റ്റി സ്ഥിതി എന്ന് പറയുന്നത്. അല്ലാതെ അതിൽ എൻ്റെ എന്നുള്ള ഭാവം വന്ന് ഒരിക്കലും കുടുങ്ങാൻ പാടില്ല. അതിനെയാണ് ബാബ പറയാറുള്ളത്, അമാനത്തിൽ ഒരിക്കലും ഖയാനത്ത് എന്ന് പറഞ്ഞാൽ അത് ബാബയുടെ പ്രോപ്പർട്ടിയാണ്. അവിടെ ഒരിക്കലും എൻ്റെ എന്ന് വിചാരിച്ച് ഒരു വിശ്വാസ വഞ്ചന നമ്മൾ ഒരിക്കലും
ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ട്രസ്റ്റി ആയിട്ട് ജീവിക്കുക. അതാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ബ്രഹ്മകുമാരി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ സംബന്ധിച്ച് യാതൊരു ലൗകികതയും പിന്നെ ബാക്കിയില്ല. നമ്മൾ അലൗകികമായി എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വീട് ഉപേക്ഷിച്ച് പോകാൻ സാധിക്കില്ലല്ലോ. നമ്മളുടെ ഉത്തരവാദിത്തം, കടമ അതെല്ലാം നമുക്ക് നിറവേറ്റണം. അപ്പം അതിനു വേണ്ടി നമ്മൾ ലൗകിക കുടുംബത്തിൽ ജീവിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും ആ ഒരു ലൗകിക രീതിയിലല്ല. ഇന്ന് ബാബ പറഞ്ഞതുപോലെ നമ്മൾ സേവനാർത്ഥമാണ് ലൗകിക കുടുംബത്തിൽ ജീവിക്കുന്നത്, അല്ലാതെ ലൗകിക രീതിയിലല്ല. ഒരിക്കലും നമ്മൾ ഉപേക്ഷിച്ച് പോവല്ല, പക്ഷെ ബുദ്ധി കൊണ്ട് നമ്മൾ ബന്ധം വിടുവിക്കുകയാണ്. ബുദ്ധി കൊണ്ട്, ബാഹ്യമായിട്ടല്ല, ബുദ്ധി കൊണ്ട് നമ്മൾ ഡിറ്റാച്ച്ഡ് ആകുകയാണ്. ബാബയുടെ സ്നേഹിയായിട്ട് സേവനാർത്ഥം നമ്മൾ ലൗകിക കാര്യങ്ങളും ചെയ്യുകയാണ്. അതാണ് ഇന്ന് ബാബ പറഞ്ഞു, ഓർമ്മയുടെയും സേവനത്തിൻ്റെയും ബാലൻസ്. നമ്മൾ എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും, ലൗകികത്തിലാണെങ്കിലും അലൗകികത്തിലാണെങ്കിലും, ഓർമ്മയുടെയും സേവനത്തിൻ്റെയും ബാലൻസ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ബാബയുടെ സേവനമാണ് ഞാൻ ചെയ്യുന്നത്, ലൗകിക കാര്യം ചെയ്യുമ്പോഴും ഞാൻ ബാബയുടെ സേവനമാണ് ചെയ്യുന്നത് എന്ന ബോധത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡബിൾ ഫലം നമുക്ക് പ്രാപ്തമാക്കാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ലൗകികത്തെ അലൗകികതയിലേക്ക് പരിവർത്തനപ്പെടുത്തേണ്ടത്. अगला प्रश्न है भाई जी, हम गीता पाठशाला चलाते हैं, तो गीता पाठशाला की भंडारा सिस्टम कैसे होना चाहिए? सेंटर व सब सेंटर का अकाउंट्स मधुबन में सबमिट करते हैं, तो गीता पाठशाला वालों को कैसे करना चाहिए? मेन सेंटर को सिर्फ दिखाना है या मधुबन अकाउंट्स में दिखाना है? क्या करना है? അതായത് ഗീതാ പാഠശാല നടത്തുന്നവർ, ഇപ്പോൾ ഫാമിലി ആയിട്ടുള്ളവരൊക്കെ സ്വന്തം വീട്ടിൽ ഗീതാ പാഠശാല നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ഭണ്ഡാര വെക്കുന്നുണ്ട്, നമ്മൾ ബാബയുടെ റൂമിൽ ഭണ്ഡാര വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കണക്ക് കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ഇതുപോലെ സെൻറ്റർ സബ് സെൻറ്റർ ആകുമ്പോൾ നമ്മളതൊക്കെ മധുബനിൽ ഡയറക്റ്റ് സബ്മിറ്റ് ചെയ്യും. ഗീതാ പാഠശാലക്കാരുടെ ഈ അക്കൗണ്ട്സിൻ്റെ ഈ ഭണ്ഡാരയുടെ കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? यहाँ पर गीता पाठशाला चलाने वाले बैठे हैं? ഗീതാ പാഠശാല നടത്തുന്നവരാരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? കൈപൊന്തിക്കും, എഴുന്നേറ്റ് നിൽക്കും. 3, 4, 5. आप सभी की पाठशालाएं सेंटर के द्वारा खोली गई हैं. डायरेक्ट टीचर्स ने जहाँ पर समर्पित बहनें हैं उसको उप सेवा केंद्र या सेवा केंद्र का सर्टिफिकेट मिलता है. गीता पाठशाला वाले प्रवृत्ति में रहते हुए अपने घर के अंदर अलग से स्थान लेकर के पाठशाला चलाते हैं. और उस पाठशाला में जो निमित्त बहन, सेंटर इंचार्ज बहन जिसने पाठशाला खोली है, वो वहाँ पर भंडारी रखती है. और वो भंडारी का पूरा खर्चा, पूरा हिसाब सेंटर पर रहना चाहिए. उसमें कोई भी पैसा आता है वो प्रवृत्ति वाले उसको यूज नहीं करते, क्योंकि वो बाबा की भंडारी सेंटर पर या मधुबन में जाती है. उसका हिसाब सेंटर इंचार्ज बहन को देना है. पाठशाला की कोई जवाबदारी नहीं है. उसका काम है जो उसमें आया, चाबी दीदी के पास है, भंडारी गई, खोला, जब भी क्लास कराने गई खोल करके ले आई. अगर उसको बहुत ज़रूरी है, कभी भोग के लिए, कोई काम के लिए उसको ज़रूरत है उस भाई को, प्रवृत्ति वाले को, तो बहन को बोल सकता है, दीदी इनके भोग के लिए पैसा था, अगर आप कहेंगे तो इसमें से भोग के लिए पैसा हम यूज करेंगे. वो अपने प्रवृत्ति के लिए वो पैसा यूज नहीं कर सकता, क्योंकि वो बाबा की भंडारी है. और बाबा की भंडारी सेंटर इंचार्ज बहन ही खोल सकती है. उसका हिसाब किताब वो जैसे रखना चाहे, मधुबन में देना चाहे या न देना चाहे, कैसे देती है वो उसके ऊपर निर्भर है, പാഠശാല വാലയ്ക്ക് ऊपर नहीं. അതായത് ഗീതാ പാഠശാല തീർച്ചയായിട്ടും ഒരു സെൻറ്ററിലുള്ള നിമിത്ത സിസ്റ്റർ വഴി ഓപ്പൺ ചെയ്തതായിരിക്കുമല്ലോ.
അത് സെൻറ്ററോ അല്ലെങ്കിൽ സബ് സെൻറ്ററിൻ്റെയോ കണക്റ്റഡ് ഗീതാ പാഠശാലയായിരിക്കും. ഇപ്പോൾ ഗീതാ പാഠശാല എന്ന് പറഞ്ഞാൽ അത് ഫാമിലിയിലുള്ളവരെ നടത്തുന്നതാണ്. സെൻറ്റർ സബ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ്, വിദ്യാലയത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയതാണ്. അവിടെ ഒരു നിമിത്ത സറണ്ടർ ആയിട്ടുള്ള സിസ്റ്ററാണ് നിൽക്കുന്നത് സെൻറ്ററിൽ അല്ലെങ്കിൽ സബ് സെൻറ്ററിൽ. അതിന് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഗീതാ പാഠശാല പറഞ്ഞാൽ അങ്ങനെയല്ല. ഈ സെൻറ്ററോ സബ് സെൻറ്ററോ വഴി ഒരു നിമിത്ത ടീച്ചർ ഓപ്പൺ ചെയ്തതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഗീതാ പാഠശാലയിലും നമ്മൾ ബാബയുടെ റൂമിൽ ഭണ്ഡാര വെക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഭണ്ഡാരയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ആ ഗീതാ പാഠശാല ഓപ്പൺ ചെയ്യാൻ നിമിത്തമായിട്ടുള്ള സിസ്റ്ററിൻ്റെ കയ്യിലാണ്. അതിൻ്റെ താക്കോലാണെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വമാണെങ്കിലും ആ പൈസ ഏത് രീതിയിലാണ് ബാബയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത് അതെല്ലാം നിമിത്ത സിസ്റ്ററിൻ്റെ കയ്യിലാണ്. മധുബനുമായിട്ട് കണക്റ്റഡ് ചെയ്യുന്നത് സിസ്റ്ററാണ്. ഗീതാ പാഠശാല നടത്തുന്നവർക്ക് ഒരിക്കലും അത് ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് നിമിത്ത സിസ്റ്ററിൻ്റെ അനുവാദം ഇല്ലാതെ അത് ഉപയോഗിക്കാൻ പാടില്ല. അത് പൂർണ്ണമായിട്ടും സിസ്റ്ററിൻ്റെ നിയന്ത്രണത്തിലാണ്. ഇനിയിപ്പോൾ ബോഗിനൊക്കെ പൈസ ആവശ്യമുണ്ടെന്ന് വരികയാണെങ്കിൽ ഡയറക്റ്റ് സിസ്റ്ററിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞിട്ട് അതിനുവേണ്ടി ഉപയോഗിക്കാം. അല്ലാതെ ഗീതാ പാഠശാലക്കാർ ഒരിക്കലും ബാബയുടെ ഭണ്ഡാര ബാബയുടെ സേവനത്തിന് വേണ്ടിയിട്ട് ഇടുന്നതാണല്ലോ അവിടെ വരുന്ന കുട്ടികൾ. അപ്പോൾ അത് നിമിത്ത സിസ്റ്ററിൻ്റെ ഉത്തരവാദിത്വത്തിൽ പെട്ടിട്ടുള്ളതാണ്. इसमें एक बात ध्यान पर ये रखनी है कि उस पाठशाला के नज़दीक जो सेंटर है वो पाठशाला उसके ही अंडर होनी चाहिए. ऐसे नहीं कोई दूसरे सेंटर, दूर वाले सेंटर का स्टूडेंट वहाँ ट्रांसफ़र होके गया, जहाँ पर पहले सेंटर चल रहा है वो वहाँ जा कर के पाठशाला खोल दे और वो दूसरे सेंटर से कनेक्शन रख कर के चले, उस सेंटर की बहन को डिस्टर्ब करे, वहाँ के भाई बहनों को खींचे, अपने पास बुलाए, उनको ब्रह्मा भोजन कराए. ये वास्तव में ईश्वरीय कायदे के बिल्कुल विपरीत है. जिस सेंटर के कनेक्शन, जो एरिया बटी हुई है व्यवस्था के लिए बनाई गई है, उस एरिया में अगर कोई कहीं से ट्रांसफ़र होके आता है तो ट्रांसफ़र होके जहाँ से आया है उस बहन से उसका कनेक्शन नहीं रह सकता. जिस एरिया में गया है उस बहन के साथ उसका कनेक्शन होना चाहिए. और कोई भी स्टूडेंट वहाँ का अपने पास तोड़ करके बुला नहीं सकता. वो ऐसे नहीं तुम मेरे पास आओ, तुमको हम अच्छा बताएंगे, भोजन खिलाएंगे, टोली खिलाएंगे. ये एक बहुत बड़ी डिससर्विस होती है. इसलिए इस बात को ध्यान रखना चाहिए कि एक तो कोई भी बहनें जिन एरिया में कोई गया है स्टूडेंट उनको साथ सहयोग न दें. अगर दे रही हैं तो एक मर्यादा के विपरीत है. उनको उनके साथ कनेक्शन जुटाना है कि आप बहन से मिलो, वहाँ की बहन से मिलो और मिल करके आप भले पाठशाला चलाओ लेकिन उनके कनेक्शन में चलेगी. मेरे कनेक्शन से चलेगी तो यहाँ पर डिसर्विस होती है. इसको ध्यान पर रखना है. പിന്നെ വേറൊരു കാര്യം ഭായിജി പറഞ്ഞത് ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇതാണ്. അതായത് ഗീതാ പാഠശാല എവിടെയാണോ നടക്കുന്നത് ആ ഗീതാ പാഠശാലയുടെ ഏറ്റവും സമീപത്ത് ഏത് സെൻറ്ററാണോ ഉള്ളത് ആ സെൻറ്ററിൻ്റെ കണക്ഷനിലായിരിക്കണം ഈ ഗീതാ പാഠശാല നടത്തേണ്ടത്. അത് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ആണല്ലോ ഗീതാ പാഠശാല നടത്തുന്നത്. അപ്പോൾ അവർ ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് ജോലി ട്രാൻസ്ഫർ ആയി ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി. അപ്പോൾ മുമ്പ് ഏത് സെൻറ്ററിൻ്റെ കണക്ഷനിലാണോ ഗീതാ പാഠശാല നടത്തിയിരുന്നത് ആ സെൻറ്ററിലുള്ള സിസ്റ്ററിൻ്റെ കണക്ഷനിൽ തന്നെ ആയിരിക്കരുത് രണ്ടാമത് ട്രാൻസ്ഫർ ആയി പോയ സ്ഥലത്തും ഗീതാ പാഠശാല നടത്തേണ്ടത്. അവിടെ വേറെ സ്ഥലത്ത് പോയപ്പോൾ അവിടെ അടുത്ത് വേറെ സെൻറ്ററാണുള്ളത്. അപ്പോൾ ആ സെൻറ്ററിലുള്ള സിസ്റ്ററിൻ്റെ കണക്ഷനിലായിരിക്കണം. അല്ലാതെ പഴയ സെൻറ്ററിലെ സിസ്റ്ററിൻ്റെ കണക്ഷനിലായിരിക്കരുത്. അത് തീർത്തും ഈശ്വരീയ മര്യാദയ്ക്ക് നിയമത്തിന് വിരുദ്ധമായ കാര്യമാണ്. അതിലൂടെ ഡിസർവീസ് ആണ് ഉണ്ടാകുന്നത്. മാത്രമല്ല ചിലവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അങ്ങനെ ട്രാൻസ്ഫർ ആയി മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ പോയിട്ട് കണക്ഷൻ ആദ്യത്തെ സിസ്റ്ററായിട്ട് വെക്കും. എന്നിട്ട് ആ അടുത്തുള്ള സെൻറ്ററിലെ സ്റ്റുഡൻസിനെ ഇവിടേക്ക് ആകർഷിച്ച് ഇവിടേക്ക് കൊണ്ടുവന്ന് ബ്രഹ്മഭോജനമൊക്കെ കഴിപ്പിച്ച് ഇവിടേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അവിടെയുള്ള സിസ്റ്ററിനെ ആകെ ഡിസ്റ്റർബ് ചെയ്യുക, സെൻറ്ററിനെ ഡിസ്റ്റർബ് ചെയ്യുക. ഇതെല്ലാം വലിയ ഡിസർവീസാണ്. ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. आत्म स्थिति में रहने के लिए खास पुरुषार्थ क्या है भाई जी बताइए. और ठीक रीति से योग करने की विधि क्या है. योग की स्टेप्स को ध्यान पर रखो. योग की स्टेप्स में पहले इस शरीर से न्यारा बनना है. मैं आत्मा हूँ
अपने स्वस्वरूप का दर्शन करो। मैं एक लाइट हूँ, चिंतन करो। चिंतन करते करते अपने स्वस्वरूप में स्थित हो जाओ। फिर मेरा जो स्वधर्म है, शांति, प्रेम, आनंद, पवित्रता, आत्मा के जो निजी गुण हैं, वो आत्मा की धारणाएं हैं, वो धर्म है। तो उस स्वधर्म में स्थित होकर के फिर पिता परमात्मा को बुद्धि से याद करो। कहाँ याद करो? परमधाम निवासी है। इधर उधर भटकने की बजाय अपनी बुद्धि को सूर्य चांद तारागणों के पार ले जाओ। अनुभव करो कि मैं एक सूक्ष्म बहुत सुंदर प्रकाश के बीच शिव बाबा की लाइट के नीचे उनकी किरणों का अनुभव कर रही हूँ। शांति का, प्रेम का, आनंद का, शक्ति का वो सागर है। मैं उनके समान बनूं, उसकी करंट, उसकी शक्तियाँ मैं लूँ। वास्तव में आत्मा समझ के परमात्मा को याद करना ही यथार्थ योग है। लेकिन उस योग की विधियाँ ये हैं, ज्ञान चिंतन करो, अच्छे अच्छे विचार उत्पन्न करो, बाबा से मीठी मीठी रूह रिहान करो। बाबा आपने ऐसी श्रेष्ठ जीवन दी, इतना महान बनाया, अपना बच्चा बनाया, शिक्षक बन कर के पढ़ाया, सतगुरु बन कर के श्रेष्ठ मत दे रहे हो, कितनी मैं भाग्यशाली आत्मा हूँ, वाह बाबा वाह। ऐसे अपना चिंतन और रूह रिहान भी योग ही कहलाता है। लेकिन वो योग की पावरफुल स्टेज नहीं है। पावरफुल स्टेज जिससे विकर्म विनाश होते हैं, संस्कार परिवर्तन होते हैं, वो है एकाग्रता। जब आत्मा और परमात्मा का मिलन होता है, उसकी शक्तियाँ आती हैं, तो संस्कार बदलते हैं। യോഗത്തിൻ്റെ സ്റ്റെപ്സ് ഇതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഡിറ്റാച്ച്ഡ് ആയിട്ട് ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുക. ഫസ്റ്റ് അതാണ് ചെയ്യേണ്ടത്. ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യണം, സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യണം, സ്വചിന്തനം ചെയ്യണം. ആത്മാവിൻ്റെ ഗുണങ്ങളെക്കുറിച്ചിട്ട് ചിന്തനം നടത്തണം. സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ് ആത്മാവിൻ്റെ 7 ഗുണങ്ങൾ, അതാണ് സ്വധർമ്മം. ആ സ്വധർമ്മത്തിൻ്റെ അനുഭൂതി ചെയ്യുക, ഗുണങ്ങളുടെ അനുഭൂതി ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആത്മാവ് പരംധാമത്തിൽ ശിവബാബയുടെ സമീപത്തിരിക്കുന്നതിൻ്റെ അനുഭവം ചെയ്യുക. അപ്പോൾ കാണണം, ശിവബാബയെ കാണണം, ബാബയിൽ നിന്നും വരുന്ന പ്രകാശകിരണങ്ങളെ കാണണം. ആ കിരണങ്ങൾക്കുള്ളിൽ ആത്മാവായ ഞാൻ ഇരിക്കുന്നു. ബാബയുടെ കിരണങ്ങൾ കറൻറ്റ് പോലെ ആത്മാവായ എന്നിൽ വന്ന് നിറയുന്നു. എൻ്റെ ഉള്ളിലുള്ള വികർമ്മങ്ങളെല്ലാം വിനാശമാകുന്നു. യഥാർത്ഥത്തിൽ ഇതാണ് യോഗം എന്ന് പറയുന്നത്. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി പരംധാമത്തിൽ പരമാത്മാവിനെ ഓർമ്മിക്കുക, അതാണ് വാസ്തവത്തിൽ യോഗം. അത് അത്രയും ഏകാഗ്രതയോടുകൂടി ചെയ്യുമ്പോഴാണ് ആത്മാവിൻ്റെ ഉള്ളിലുള്ള അഴുക്ക്, വികർമ്മം വിനാശമാകുന്നത്. പിന്നെ അതുപോലെ ബാബ പറയാറുണ്ട്, നിങ്ങൾ ജ്ഞാനത്തെക്കുറിച്ച് മനന ചിന്തനം ചെയ്യുക, ബാബയുമായിട്ട് ആത്മീയ സംഭാഷണം നടത്തുക, ബാബയോട് സംസാരിക്കുക. ബാബ പറയാറുണ്ടല്ലോ, നമ്മളുടെ തന്നെ ഭാഗ്യത്തെക്കുറിച്ച് ഓർത്തിട്ട് വാഹ് വാഹ് പറയുക, ബാബയുടെ അടുത്ത് വളരെ മധുരമായിട്ട് സ്നേഹത്തോടെ സംസാരിക്കുക. ഇതെല്ലാം യോഗത്തിൻ്റെ തന്നെ ഒരവസ്ഥയാണ്. പക്ഷെ വളരെ പവർഫുൾ സ്ഥിതി എന്ന് പറയുന്നത് പരംധാമത്തിൽ ആത്മസ്വരൂപത്തിൽ ശിവബാബയുടെ അടുത്തിരുന്ന് ഏകാഗ്രതയോടെ യോഗം ചെയ്യുക. വികർമ്മം അതിലൂടെയാണ് വിനാശമാകുന്നത്. बाकी आत्माभिमानी स्थिति की कोई मेहनत नहीं है। जैसे शरीर का भान नेचुरल हो गया, ऐसे ही जब ये स्मृति रहती है कि मैं कर्म करने वाली, आँखों से देखने वाली, मुख से बोलने वाली, कानों से सुनने वाली, हाथों से कर्म करने वाली आत्मा हूँ। अभ्यास करो कि मैं आत्मा ये कर्म कर रही हूँ, मैं आत्मा देख रही हूँ, ये आत्मा अपना पार्ट बजा रही है, ये सब आत्माएं हैं। तो ऐसा अभ्यास करते करते नेचुरल आत्माभिमानी स्थिति बन जाती है। फिर देह को देखते भी देह पर ध्यान नहीं जाता, आत्मा पर ध्यान जाता कि आत्मा है। इसके लिए कोई बहुत कठिन मेहनत नहीं, अभ्यास की ज़रूरत है कि मैं आत्मा करावनहार हूँ, मैं कर्मेंद्रियों से कर्म करा रही हूँ, मैं अलग हूँ, करने वाली कर्मेंद्रियाँ अलग हैं। यह अभ्यास आत्माभिमानी बना देता है. ആത്മാഭിമാനി സ്ഥിതിയിലേക്ക് വരിക എന്നുള്ളത് കേവലം പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. അത്ര പ്രയാസമുള്ള ഒരു കാര്യമല്ല. പ്രാക്ടീസ്, അഭ്യാസം വേണം നമുക്ക്.
ആത്മാവ് എൻ്റെ ഏതുപോലെ നമ്മളെ ദേഹത്തിൻ്റെ ബോധത്തിൽ വരിക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പം മനസ്സിലായി ഞാൻ യഥാർത്ഥത്തിൽ ദേഹമല്ല, ആത്മാവാണ്. അപ്പോൾ എൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ പ്രാക്ടീസ് എത്രമാത്രം ചെയ്യുന്നു അത്രയും ആ സ്ഥിതി നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ദൃഷ്ടിയിൽ ആത്മദൃഷ്ടി ഉണ്ടായിരിക്കണം, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നോക്കുമ്പോൾ ആത്മബോധത്തിൽ നോക്കണം. അപ്പോൾ ആ രീതിയിലുള്ള പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ ഞാൻ കർമ്മം ചെയ്യുമ്പോൾ ആത്മാവായ ഞാൻ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് കർമ്മം ചെയ്യുകയാണ്, ഞാൻ ഈ ദേഹത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ആത്മാവാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രാക്ടീസിലൂടെയാണ് ആത്മാഭിമാനി സ്ഥിതി നമുക്ക് നാച്ചുറലായിട്ട് വരുന്നത്. എത്ര നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നമുക്ക് ആ സ്ഥിതിയിലേക്ക് സ്വാഭാവികമായിട്ടും എത്താൻ സാധിക്കും. अगला प्रश्न है भाई जी। राजू भाई जी ने कहा था नेगेटिव एनर्जी से हम कैसे बचना चाहिए, लेकिन मेरा एक प्रश्न है कि अगर हमारी स्थिति कभी कभी बहुत डाउन होती है और नेगेटिव सोल का प्रभाव हमारे ऊपर पड़ता है तो हम कैसे बच सकते हैं? उस समय हमारे अंदर इतनी शक्ति नहीं होती है कि उस परिस्थिति से लड़ सके और बाबा से कनेक्शन जुड़ सके। कई बार ऐसी परवश स्थिति बनती है और इस परवश स्थिति के लिए वास्तव में हम सबको संगठन का सहारा लेना चाहिए। संगठन से किनारा नहीं करना। संगठन एक बहुत बड़ी शक्ति है। इसलिए जब भी कोई ऐसे लगे कि मेरे तो ये नेगेटिव वार बहुत हो रहे हैं, मैं उसका सामना नहीं कर सकती हूँ, तो बाबा के कमरे में, परिवार में, जहाँ क्लास चलता है, जहाँ योग चलता है, उस वातावरण में चले जाओ और वहाँ बैठ कर के भले कोई योग लगे या न लगे, लेकिन उस वायुमंडल में, उस वाइब्रेशन के अंदर जाते ही आपकी नेगेटिविटी धीरे धीरे ख़त्म हो जाएगी। अगर अकेले में बैठोगे, अकेले स्थान पर होगे, तो वो बार बार विचार आएंगे और अशुद्ध आत्माएं भी वार करती हैं। इसलिए एक तो परवश स्थिति अगर है, कुछ नहीं कर सक रहे हैं, तो संगठन का सहारा लो। अपने जो अच्छे संबंध बना के रखे हैं परिवार से, बड़ों से, तो अच्छे संबंध के आधार से उनकी मदद ली जा सकती है, सहयोग लिया जा सकता है। दीदी हमारे लिए आप 5 मिनट सभी भाई बहनों को बोल के योग करा दो संगठन में। अगर आपके संबंध अच्छे हैं बड़ों से और आपने बहुत प्यार से कहा दीदी मेरे आगे ऐसी परिस्थिति है, कुछ ऐसी बातें घट रही हैं, तो आप 5 मिनट 10 मिनट क्लास के बीच में भले मेरा नाम नहीं लो, लेकिन मुझ आत्मा के निमित्त आप योग करके मेरे इस विघ्न को ख़त्म करने में मदद करो। तो परिवार एक दूसरे की मदद करता है और ऐसी योगी आत्माएं विशेष योग करती हैं तो वो विघ्न खत्म हो जाते हैं। അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഭായിജി പറഞ്ഞല്ലോ ആസുരീയമായ ശക്തികളുടെ ഈവൽ സോൾസിൻ്റെ ഒക്കെ പ്രഭാവം ബാബയുടെ ശക്തമായ ഓർമ്മയിൽ നമ്മൾ ഇരിക്കുമ്പോൾ, ഛത്രഛായയിൽ ഇരിക്കുമ്പോൾ, ആ ഓറയുടെ ഉള്ളിലിരിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ഉള്ളിലേക്ക് വരില്ല. പക്ഷെ ചോദ്യം ഇതായിരുന്നു, അങ്ങനെ ബാബയുമായിട്ട് ഒരു ഡീപ്പ് കണക്ഷൻ വെക്കാനുള്ള ശക്തി തന്നെ പോകുകയാണ് ഈ നെഗറ്റീവ് എനർജിയുടെ പ്രഭാവത്തിൽ വരുമ്പോൾ. അപ്പം എന്താ ചെയ്യുക? യോഗം ചെയ്യാൻ പറ്റണ്ടേ? അപ്പം എന്താ ചെയ്യുക? അപ്പോൾ ബായിജി പറഞ്ഞതാണ്, ആ സാഹചര്യത്തിലാണ് നമ്മളുടെ ഈ ബ്രാഹ്മണ കുടുംബത്തിൻ്റെ സഹായം നമ്മൾ എടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻറ്ററിൽ വരണം, പരിവാരത്തിൻ്റെ കൂടെ ഇരിക്കണം, സംഘടിത രൂപത്തിൽ യോഗം ചെയ്യുക, അവരുടെ കൂടെ ഇരിക്കുക, ക്ലാസ്സിലിരിക്കുക, ബാബ റൂമിലിരിക്കുക, കൂടുതൽ സമയം നമ്മൾ സെൻറ്ററിൽ ചിലവാക്കുക. അപ്പോൾ ഈ സെൻറ്ററിലുള്ള അന്തരീക്ഷം, ചിലപ്പോൾ നമുക്ക് യോഗം ചെയ്യാനൊന്നും പറ്റുന്നില്ല എങ്കിൽ പോലും അവിടുത്തെ ആ അന്തരീക്ഷം നമുക്ക് തീർച്ചയായിട്ടും ആ അവസരത്തിൽ സഹയോഗം തരും. മാത്രമല്ല നമുക്ക് നിമിത്ത സിസ്റ്ററിൻ്റെ അടുത്ത് വളരെ നല്ല ഒരു ബന്ധമാണ്, സ്നേഹത്തിൻ്റെ ബന്ധമാണ്. നമ്മുടെ മുതിർന്നവരുടെ അടുത്ത് വളരെ നല്ല ഒരു ആത്മാർത്ഥ ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അവരോട് പറയാം, സിസ്റ്ററെ എനിക്ക് വേണ്ടിയിട്ട്, എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് സിസ്റ്റർ കുറച്ച് സമയം ഒന്ന് യോഗദാനം തരണം, ബ്രാഹ്മണ ആത്മാക്കളുടെയും യോഗദാനം എനിക്ക് ആവശ്യമാണെന്ന് പറയണം. അപ്പോൾ തീർച്ചയായിട്ടും ആ സിസ്റ്റർ അതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ യോഗം ചെയ്യുന്ന സമയത്ത് ഇപ്പം
നമ്മളുടെ പേരൊന്നും പറയണമെന്നില്ല, പക്ഷെ ആ സിസ്റ്റർ അതിന് വേണ്ടിയിട്ട് 10 മിനിറ്റ് നിമിത്തമായിട്ട് യോഗം ചെയ്യുക, എല്ലാവരെയും കൊണ്ട് യോഗം ചെയ്യിപ്പിക്കുക. അപ്പം അതിൻ്റെ എല്ലാ ലാഭം നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പം ഇങ്ങനത്തെ അവസരത്തിലാണ് നമ്മൾ ശരിക്കും നമ്മുടെ കുടുംബത്തിൻ്റെ സംഘടിത രൂപത്തിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നതിൻ്റെയൊക്കെ ലാഭം നമുക്ക് ശരിക്കും ഉപയോഗപ്രദമായിട്ട് വരുന്നത്. एडवांस पार्टी के पार्ट के बारे में कुछ बताइए. प्रश्न आ गए क्या इतने सारे? नहीं, कल की है ये. पहले तो एक भी प्रश्न नहीं दे रहे थे. अब 2-3 है बाजी. अच्छा. अभी और 2 है बस. अच्छा. एडवांस पार्टी के बारे में. बाबा हम बच्चों को नॉलेजफुल बनाता है, और नॉलेजफुल आत्माएं सब बातों के राज को समझती हैं. जो आत्माएं संगम युग पर बहुत तीव्र गति का पुरुषार्थ करके अपनी स्टेज के अनुसार संपूर्ण बनी, वो फिर से ज्ञान में नहीं आती है. संगम का उनका जन्म, उनका पाठ पूरा हो जाता है. लेकिन वो आत्माएं ज्ञानी हैं, योगी हैं, खूब कमाई करके गई हैं, तो उनका जो जन्म फिर से होता है वो नई दुनिया की स्थापना के लिए होता है. कलयुग में होगा, विकारों से ही होगा. लेकिन बाबा का एक शब्द याद रखना, जहाँ जन्म वहाँ जीत. जहाँ वो आत्मा जन्म लेगी वहाँ उस परिवार के अंदर विकारों पर, व्यसनों पर, सब पर जीत हो जाएगी. पहले नहीं जीत होगी. पहले जीत होगी तो जन्म नहीं ले सकेगा. जन्म तो विकार से ही होगा. लेकिन जन्म लेते ही उस परिवार के अंदर शुद्धि आ जाएगी, उसके अंदर पवित्रता आ जाएगी. भले वो ज्ञान में न चले, लेकिन वो परिवार बड़ा सात्विक, धार्मिक, अच्छा, गुणवान होगा. और वो आत्मा गुप्त है, लेकिन नई दुनिया की स्थापना की नींव में है. उसको नया जन्म भी नहीं कह सकते. ऐसे नहीं 84 के बजाय 85वां जन्म उसका हो गया. कोई भी बिल्डिंग जब ऊंची बनती है तो उसकी गहराई जो होती है, उसकी बिल्डिंग में या मंजिल में नाम नहीं आता. वो फाउंडेशन होता है, उसको जन्म में नहीं गिनती किया जाता. तो एडवांस पार्टी की आत्माएं फाउंडेशन के लिए, सतयुग की स्थापना के लिए गई हैं. वो ज्ञान में नहीं आएंगे, लेकिन वो ज्ञानी तू आत्मा बन करके अपना पार्ट अपने संबंधों के बीच में बजाएंगे. और लास्ट समय में जब सरकार, गवर्नमेंट बदलेगी, तब उनके हाथ में वो शासन देंगे और उनके घरों में देवी देवताओं के जन्म होंगे. ये है रहस्य एडवांस पार्टी का. बाकी कोई भी ब्राह्मण आत्मा ऐसे नहीं शरीर छोड़ी एडवांस पार्टी में चली गई, पुरुषार्थ किया ही नहीं, उसको फिर से आकर के जन्म लेकर के ज्ञान लेना पड़ेगा, फिर से पुरुषार्थ करना पड़ेगा. इसलिए कई बार मुरली में आता है, कोई ब्राह्मण आत्माएं 2-3 जन्म भी ब्राह्मण जीवन में लेती हैं. पुरुषार्थ पूरा नहीं किया, शरीर छूट गया, फिर से जन्म लिया, फिर से ज्ञान में आई. तो ऐसी आत्माएं भी हैं. आज मम्मा, दीदी, दादी और दादियाँ, गुलजार दादी, प्रकाशमणि दादी या हमारी दादियाँ जब फुल ऊंची स्टेज तक पहुंच करके शरीर छोड़ा, तो वो फिर से ज्ञान लेके ABCD कोर्स करेंगे क्या? किसी के अंडर आएंगे क्या? वो तो पावरफुल आत्माएं हैं, वो सतयुग की नींव हैं. वो सतयुग के लिए कुछ अपना काम नई दुनिया के लिए करेंगी. इसलिए एडवांस गई हैं, उनको हम एडवांस पार्टी कहते हैं. അഡ്വാൻസ് പാർട്ടിയിൽ പോയ ആത്മാക്കൾ എന്ന് പറയുന്നത് അവരെയാണ്. ആരാണോ ബ്രാഹ്മണ ആത്മാവായിട്ടിരിക്കെ തൻ്റെ തീവ്ര പുരുഷാർത്ഥത്തിലൂടെ തൻ്റെ സമ്പൂർണ്ണ അവസ്ഥയിൽ എത്തിയതിന് ശേഷം ശരീരം ഉപേക്ഷിച്ച് തീർച്ചയായിട്ടും വീണ്ടും അടുത്ത ജന്മം എടുക്കുന്നുണ്ട്. പക്ഷെ എവിടെയാണോ ജന്മം എടുക്കുന്നത്, അവരുടെ ജന്മത്തിലൂടെ ആ സ്ഥലം, ആ വീട് അത്രയും ശുദ്ധവും സാത്വികവുമായിട്ട് മാറും. ആ വീട്ടിലുള്ളവർ പിന്നെ ഒരിക്കലും വികാരത്തിലേക്ക് പോകില്ല. വളരെയധികം ഒരു നല്ല ഒരു ധാർമ്മിക സംസ്കാരത്തിൻ്റെ ഒരു അന്തരീക്ഷമായിട്ട് ആ വീട് മാറും.
അപ്പോൾ അവർ അടുത്ത ജന്മത്തിൽ ഒരിക്കലും പിന്നെ വീണ്ടും ജ്ഞാനത്തിൽ വരില്ല. കാരണം അവരവരുടെ സമ്പൂർണ്ണ അവസ്ഥയിൽ എത്തിയതിന് ശേഷമാണ് ശരീരം ഉപേക്ഷിച്ചത്. അപ്പോൾ അവരുടെ അടുത്ത ജന്മത്തിൽ അവരുടെ പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യയുഗത്തിൻ്റെ സ്ഥാപനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ ഇടുക എന്നുള്ളതാണ്. അവരെ ആരും അറിയില്ല, അവർ ഗുപ്ത ആത്മാക്കളാണ്. ഇതുപോലെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ, കുറേ നിലകളുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഫൗണ്ടേഷൻ എന്താണെന്നുള്ളത് ആരും അറിയില്ലല്ലോ. അപ്പോൾ അവരതുപോലെയാണ് ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടി ദേവീ ദേവത ആത്മാക്കൾക്ക് ജന്മം എടുക്കാൻ വേണ്ടി. അപ്പോൾ അവരിയ്ക്കുന്ന സ്ഥലത്തായിരിക്കും പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയ്ക്ക് വേണ്ടി ദേവീ ദേവതമാരുടെ ജന്മം എടുക്കുന്ന സ്ഥലം അവിടെയായിരിക്കും. അതാണ് അഡ്വാൻസ് പാർട്ടിയിൽ പോയ ആത്മാക്കൾ എന്ന് പറയുന്നത്. ബാക്കി എല്ലാ ആത്മാക്കളും, ബ്രാഹ്മണ ആത്മാക്കൾ എത്രയോ പേര് ശരീരം ഉപേക്ഷിച്ച് പോയവരുണ്ട്. പക്ഷെ അവരവരുടെ തീവ്ര പുരുഷാർത്ഥത്തിലൂടെ സമ്പന്ന സ്ഥിതി എത്തിയിട്ടില്ല എങ്കിൽ അവർക്ക് വീണ്ടും അടുത്ത ജന്മത്തിൽ ജ്ഞാനമാർഗത്തിലേക്ക് വരണം. വീണ്ടും അവർക്ക് തീവ്ര പുരുഷാർത്ഥം ചെയ്യണം അവരുടെ സമ്പൂർണ്ണ സ്ഥിതി എത്താൻ വേണ്ടിയിട്ട്. അപ്പം അവരെ അഡ്വാൻസ് പാർട്ടിയിൽ പോയി. അതുകൊണ്ടാണ് ബാബ പറയാറുള്ളത്, ബ്രാഹ്മണ ആത്മാവിന് ചിലപ്പോൾ 2 or 3 ജന്മം ബ്രാഹ്മണനായിട്ട് തന്നെ ജീവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവരെ അഡ്വാൻസ് പാർട്ടിയിൽ പോയി എന്ന് പറയാൻ സാധിക്കില്ല. മമ്മ, ദാദിമാര് ഇവരെല്ലാവരും എക്സാമ്പിൾസ് ആണ് അഡ്വാൻസ് പാർട്ടിയിൽ പോയവരായിട്ട്. ഇതാണ് അതിൻ്റെ രഹസ്യം. स्वयं को चेक करते समय कभी तो ऐसे फील होता है कि मैं सेकंड नंबर वाले हूँ, तो नेगेटिव चिंताएं चलती है, टेंशन आती है, तो इससे कैसे बच सकती है? सेकंड नंबर में आते हैं, फीलिंग आते हैं कि जब चेकिंग करते हैं, खुद का चेकिंग करते हैं, तो फीलिंग आते हैं कि क्या मैं सेकंड नंबर में जाएंगे ऐसे, तो फीलिंग से कैसे बच सकते हैं? चेकिंग का तरीका सही होना चाहिए. बाबा एक शब्द यूज करते हैं, चेकिंग करने वाला चेंज करता है. चेक करके दिल शिकस्त नहीं होता है, मैं सेकंड में आऊँ या थर्ड में आऊँगा, निराश नहीं होना. चेक कर लिया कि ये मेरी कमी है, मेरा कमज़ोर संस्कार है, इसे मुझे परिवर्तन करना. चेक इसीलिए करना है कि ये कमी कमजोरी को मुझे ख़त्म करना है. तो चेक करो, चेंज करो. चेक करके सोचते नहीं रहो कि हम सेकंड नंबर जाएंगे, थर्ड नंबर जाएंगे, लेकिन अभी मुझे क्या करना है. बाबा ने उसकी क्या विधि बताई है कि जो सेकंड ग्रेड वाला फर्स्ट में आ सकता है, उसकी विधि को अपनाओ. पुरुषार्थ को तीव्र करो. तीव्र पुरुषार्थ माना सोचा और किया. सोचता रहे बोल कर्म तक भी ना पाए तो उसको तीव्र पुरुषार्थी नहीं कहते. तीव्रता यही है कि संकल्प किया और स्वरूप बने. सोचा और किया. तो हम सभी, अगर कोई भी बात आती है, लगता है ये कमी है, कमजोरी है, ये थर्ड क्लास सेकंड ग्रेड में ले जाएगी, तो हम चेक करें और चेक करके चेंज करें. ഈ ചെക്കിങ് ചെയ്യുമ്പോൾ മനസ്സിൽ ടെൻഷൻ വിഷമം ഒക്കെ വരുന്നതിൻ്റെ കാരണം ശരിയായ രീതിയിലുള്ള ചെക്കിങ്, ബാബ പറഞ്ഞ പോലെയുള്ള ചെക്കിങ് അല്ല ചെയ്യുന്നത്. ബാബ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ചെക്ക് ചെയ്യുന്നതിനോടൊപ്പം ഉടനെ തന്നെ ചേഞ്ച് ചെയ്യും വേണം, പരിവർത്തനം കൊണ്ടുവരും വേണം. അപ്പം ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എന്തൊക്കെ കുറവുകളാണ് എൻ്റെ ഉള്ളിൽ, എന്താണ് എൻ്റെ ഉള്ളിൽ പരിവർത്തനം കൊണ്ടുവരേണ്ടതെന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകും. അപ്പോൾ അത് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ എന്താണ് ഞാൻ അത് പരിവർത്തനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് പുരുഷാർത്ഥമാണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചിട്ടാണ്. അല്ലാതെ എനിക്ക് ഈ കുറവുകളൊക്കെ ഉണ്ടല്ലോ, ഇനി ഞാൻ എന്താ ചെയ്യുക, അങ്ങനെ ചിന്തിച്ച് വിഷമിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മളെ പരിവർത്തനപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോഴാണ് വിഷമം വരുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കി എൻ്റെ ഉള്ളിലെ കുറവുകൾ ഇതാണ്, അപ്പോൾ അത് പരിവർത്തനപ്പെടുത്താൻ വേണ്ടി എന്ത് പുരുഷാർത്ഥമാണ് ചെയ്യേണ്ടത് അത് മനസ്സിലാക്കി ഉടനെ തന്നെ അത് ചെയ്യാൻ തുടങ്ങുക. അതാണ് തീവ്ര പുരുഷാർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം. എനിക്ക് മനസ്സിലായി, ഞാൻ ചിന്തിച്ചു, എനിക്ക് ഇതാണ് ചെയ്യേണ്ടത്, ഈ പുരുഷാർത്ഥമാണ് എനിക്ക് ചെയ്യേണ്ടത് എന്നെ പരിവർത്തനപ്പെടുത്താൻ എന്ന് ചിന്തിച്ചു, ഉടനെ തന്നെ അത് ചെയ്തു. അല്ലാതെ അതിനെക്കുറിച്ച് തന്നെ ആ നെഗറ്റീവ് രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതല്ല പുരുഷാർത്ഥം എന്ന് പറയുന്നത്. ചെക്ക് ചെയ്യുക, ഒപ്പം തന്നെ പരിവർത്തനപ്പെടുത്തുക, അപ്പോൾ ഒരിക്കലും വിഷമം വരില്ല. और लास्ट क्वेश्चन है, विनाश का समय, अंतिम समय हम कैसे फेस करेंगे? कैसे फेस करेंगे बताओ. जिसका साथी है भगवान, उसको क्या रोकेगा आंधी तूफान. आंधी तूफान आने देना, आप बाबा के साथी बन करके रहना. फेस करने वाला तभी फेस करता है जब उसके साथ कोई बहुत शक्तिशाली होता है. तो हम बाबा के साथी बन करके रहें
सर्वशक्तिवान सर्वसमर्थ बाबा मेरे साथ है, कोई भी बातें आएंगी उसको हम बाबा की मदद से साथ से पार कर लेंगे। तो इतना प्यारा बाबा के साथ संबंध जोड़ करके रहो, जो आत्मा इतनी शक्ति संपन्न शक्तिशाली बन जाए, जो कोई भी बातें आएंगी। तो कलयुग का अंतिम समय बहुत दर्दनाक है। बाबा कहता है खून की नदियाँ बहेंगी, इतनी अकाले मृत्यु होंगी, अचानक की मौतें होंगी, भटकती हुई आत्माएं अपना रूप दिखाएंगी, वार करेंगी। बहुत सारी परिस्थितियाँ कलयुग के अंत की हैं। हर क्षेत्र में अति होगी। मम्मा की मुरली उसने सुनी होगी, मम्मा के दिन पर लोग कहेंगे अरे भगवान मिला, फिर भी इनके साथ ही हो गया, इनके साथ हो गया। तो पेपर तो आएंगे, लेकिन वो हिसाब किताब चुकत हो रहे हैं। बाबा के साथ से सूली कांटा बन जाएगी, बहुत बड़ी बात छोटी हो जाएगी। तो कभी भी बाबा का हाथ और साथ, हाथ है श्रीमत और साथ है बुद्धि की यात्रा, बुद्धि का योग। योग से बाबा के साथ का अनुभव करो और श्रीमत के अनुसार चलते चलो, अंतिम पेपर में सहज पास हो जाओगे। और अगर मन मत चलाई, क्या करूं कैसे करूं, या इसने ऐसे कहा उसने ऐसे कहा, ये ऐसे कहते हैं वो ऐसे कहते हैं, परमत पर चले तो मन मत परमत कहीं भी धोखा देगी, फेल कर देगी। तो अंतिम पेपर में पास करने के लिए, पास होने के लिए श्रीमत सिर माथे है। बाबा आपके श्रीमत सिर माथे, कुछ भी हो जाए हम मनमत और परमत में नहीं जाएंगे। तो बाबा का हाथ और बाबा का साथ, ये कैसी भी अंतिम काल की विकट परिस्थिति में पार करा देगी। അന്തിമ സമയത്ത് ഏതൊരു വിഘ്നം നിറഞ്ഞ പരിതസ്ഥിതിയും മറികടക്കാൻ വേണ്ടിയിട്ട് രണ്ട് കാര്യം നമുക്ക് മതി. ബാബയുടെ കൂട്ടുകെട്ട്, ബാബയുടെ സാത്ത്, ബാബയുടെ കൂട്ടുകെട്ടും ബാബയുടെ കൈയും. അവിടെ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് ബാബയുമായിട്ടുള്ള ബുദ്ധി യോഗത്തെയാണ് ബാബ കെ സാത്ത് എന്ന് പറയുന്നത്. ബാബ ക ഹാത്ത് എന്ന് പറയുന്നത്, ബാബയുടെ കൈ എന്ന് പറയുന്നത് ശ്രീമത്താകുന്ന കൈയാണ്. അപ്പോൾ ശ്രീമത്താകുന്ന കൈ പിടിച്ച് ബാബയോടൊപ്പം ബാബയുടെ കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സർവശക്തിവാനാണ് ബാബ. സർവശക്തിവാനായ ബാബ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ബാബയുമായിട്ട് എനിക്ക് അത്രയും ആഴത്തിലുള്ള സ്നേഹത്തിൻ്റെ ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് വിഘ്നഘട്ടങ്ങളിലും ബാബ നമ്മളുടെ കൂടെ സഹയോഗിയായിട്ടുണ്ടാകും. ആ വിഘ്നത്തെ മറികടക്കാൻ തീർച്ചയായിട്ടും ബാബ നമ്മളെ എപ്പോഴും സഹായിക്കുക തന്നെ ചെയ്യും. എന്താണെങ്കിലും മമ്മയുടെ മുരളിയിലും മമ്മയുടെ ദിവസം നമ്മൾ കേട്ടിട്ടുണ്ട്, അന്തിമ സമയമാകുമ്പോൾ എല്ലാം അതിൻ്റെ അധിയിലേക്ക് തന്നെയായിരിക്കും വരിക. നമ്മുടെ മുന്നിൽ വിഘ്നങ്ങളും പ്രശ്നങ്ങളും വളരെയധികം വർദ്ധിച്ച് തന്നെ വരും. അപ്പോൾ എന്തുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും മനസ്സ് പേടിക്കുക തളർന്നു പോവുകയോ ചെയ്യാതെ എൻ്റെ കർമ്മക്കണക്ക് തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അത് അറിവിൻ്റെ ആധാരത്തിൽ അങ്ങനെ മനസ്സിലാക്കി, ബാബ സർവശക്തിവാൻ എൻ്റെ കൂടെ ഉണ്ട്, ബാബയുടെ ശ്രീമത്ത് പൂർണ്ണമായിട്ടും പാലിക്കുക. ഒരു രീതിയിലും പരചിന്തനം പരമത്ത് മറ്റുള്ളവർ പറയുന്നത് കേട്ടു, അവരങ്ങനെ പറയുന്നു ഇവരിങ്ങനെ പറയുന്നു, അതിലേക്ക് നമ്മളുടെ ബുദ്ധി പോകാതെ 100% ബാബയുടെ ശ്രീമത്താകുന്ന കൈ പിടിച്ച് ബാബയുടെ കൂട്ടിൻ്റെ ആധാരത്തിൽ ബാബയുടെ ഓർമ്മയിൽ നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ അന്തിമ സമയത്ത് ഏതൊരു പരീക്ഷണത്തെയും സഹജമായിട്ട് മറികടന്ന് വിജയിയാകാൻ നമുക്ക് സാധിക്കും. एक और प्रश्न है भाई जी, श्री कृष्ण को कहते हैं कुचेल और सुदामा, सुदामा और कुचेल, दो शब्द में ऐसे कहते हैं ना. श्री कृष्ण को कुचेल, कुचेल ने എന്താ പറയുന്നത്? श्री कृष्ण ही, श्री कृष्ण के साथी को, श्री कृष्ण के साथी को सुदामा कहते हैं ना भाई जी. सुदामा, सुदामा का दूसरा नाम है कुचेल. तो दोनों में क्या अंदर है? एक प्रश्न ऐसे पूछा. पहले मेरे को ये दो बातें जो और मैं सुनाना चाहता था, अंतिम समय के विनाश के समय पास होने के लिए दो बातें और ध्यान पर रखने की. पहले वो सुना देता हूँ, फिर कृष्ण सुदामा की बात सुना. एक तो बुद्धि बड़ी स्वच्छ क्लीन, बिल्कुल किसी के प्रति इसके अंदर कोई मैल नहीं चाहिए. ऐसी स्वच्छ बुद्धि हो जो बाबा आपकी बुद्धि को टच करे और आप उसको कैच करो. कई बार बाबा कहता है मैं तो बच्चों को सेफ्टी के लिए टच करता हूँ, बच्चे यहाँ से हट जाओ, बच्चे यहाँ से चले जाओ, बच्चे ऐसे कर लो.
लेकिन बच्चे मेरी टचिंग को कैच ही नहीं करते हैं, क्योंकि बुद्धि में बहुत सारी व्यर्थ बातें भरी हुई रहती। तो अंतिम सेफ्टी का साधन है, कुछ भी हो, कैसी भी बातें हों, बुद्धि को बहुत स्वच्छ साफ रखना है। मुझे उसके प्रभाव में नहीं जाना है, क्यों, क्या, कैसे, ऐसे हुआ, उसके साथ हुआ, उसके साथ हुआ, मुझे उन बातों में विस्तार में नहीं जाना है। मुझे अपनी बुद्धि को बहुत क्लीन रख करके बाबा की टचिंग को कैच करना है। ये बाबा ऐसे मुझे एक डायरेक्शन दे रहा है, ये राइट है, ये यथार्थ है। तो टचिंग को कैच करने का अच्छा अभ्यास, और उसके लिए बुद्धि की लाइन बिल्कुल क्लियर चाहिए। അതായത് അന്തിമ സമയത്ത് സേഫ്റ്റിക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ബായിജി പറഞ്ഞത്. അതായത് ആ അന്തിമ സമയത്ത് ബാബ ശരിക്കും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. അതാണ് ബാബ പറയാറുണ്ട്, ബാബ നൽകുന്ന സിഗ്നൽ അല്ലെങ്കിൽ ഡയറക്ഷൻസ് വേണ്ട സമയത്ത് വേണ്ട പോലെ ക്യാച്ച് ചെയ്യാനുള്ള പവർ നമ്മുടെ ബുദ്ധിക്ക് ഉണ്ടായിരിക്കണം. അപ്പം ബാബയുടെ ഡയറക്ഷൻ, ബാബയുടെ സിഗ്നൽ ക്യാച്ച് ചെയ്യണമെങ്കിൽ ബുദ്ധി വളരെ ശുദ്ധമായിരിക്കണം. ബാബയുമായിട്ടുള്ള കണക്ഷൻ്റെ ലൈൻ വളരെ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ബുദ്ധി വെക്കണമെങ്കിൽ ഒരു രീതിയിലുള്ള വ്യർത്ഥമായ കാര്യങ്ങളും ബുദ്ധിയിലേക്ക് വരാൻ പാടില്ല. അപ്പം അതുകൊണ്ട് അന്തിമ സമയത്തേക്ക് അടുക്കുന്നത് കൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, എന്തുകൊണ്ട്, എങ്ങനെ മറ്റുള്ളവരുടെ വ്യർത്ഥമായ കാര്യങ്ങൾ, ഈ പരചിന്തനം, പരദർശനം, ഇതിലേക്ക് ഒന്നും പോയിട്ട് നമ്മുടെ ബുദ്ധിയെ അശുദ്ധമാക്കരുത്. ബുദ്ധി വളരെ സ്വച്ഛമായിരിക്കണം, ശുദ്ധമായിരിക്കണം. എന്നാൽ മാത്രമേ ബാബയുമായിട്ടുള്ള കണക്ഷൻ്റെ ലൈൻ ക്ലിയർ ആക്കി വെക്കാൻ പറ്റുള്ളൂ. ക്ലിയർ കണക്ഷൻ ഉണ്ടെങ്കിലേ ബാബയുടെ സിഗ്നൽ വേണ്ട സമയത്ത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അന്തിമ സമയത്ത് ബാബ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള കാര്യം നമുക്ക് പറഞ്ഞു തരും. കുട്ടി, നീ ഇവിടേക്ക് പോകണം. കറക്റ്റ് ഡയറക്ഷൻ ബാബ നമുക്ക് ബുദ്ധിയിൽ ടച്ച് ചെയ്യിപ്പിക്കും. അത് ക്യാച്ച് ചെയ്യാൻ നമുക്ക് ശക്തി വേണമെങ്കിൽ നമ്മുടെ ബുദ്ധി അത്രയും ശുദ്ധം, ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരിക്കണം. दूसरी बात है, बहुत काल से सबसे छुट्टी लेके रखो। माना एक बाबा दूसरा न कोई, बहुत काल का ये अभ्यास चाहिए, नहीं तो अंतमति सोगति। अंतिम समय में कोई देहधारी संबंधी याद आया, धन याद आया, साधन याद आए, कुछ भी याद आया और प्राण तन से निकल गए, तो गति बहुत बुरी होगी, भटकना पड़ेगा। इसलिए बाबा कहता, बहुत काल से बाबा की याद में एक के साथ सर्व संबंध निभाओ, बहुत काल का अभ्यास करो, तो अंत आएगी, सेकंड में आत्मा मुक्त हो जाएगी। पेपर सबके सामने आएगा, पेपर भी अनाउंस है, समय भी अनाउंस है। 1 सेकंड का पेपर है, शरीर छोड़ने के समय केवल एक बाबा याद आए, और वो तभी याद आएगा जब बहुत काल से उसके साथ संबंध है। अंतमति सोगति। अगर कहीं भी बुद्धि भटक गई तो आत्मा को भटकना पड़ेगा. അപ്പം ഈ പറഞ്ഞതുപോലെ ബുദ്ധി ഒരേ ഒരു ബാബയിൽ മാത്രം വെക്കുന്നതിൻ്റെ ആ ഒരു സ്ഥിതി വളരെ കാലം കൊണ്ടേ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അപ്പോൾ ബഹുത് കാൽക്ക അഭ്യാസ്, വളരെ കാലം കൊണ്ടേ നമ്മൾ അഭ്യാസം ചെയ്തിട്ട് നമ്മൾ ആ സ്ഥിതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനം. അതാണ് ബാബ മുരളിയിൽ കൂടെ പറയാറുണ്ട്, കുറേ നാളത്തെ അഭ്യാസം നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് അന്തിമ പരീക്ഷ, സെക്കൻഡിൻ്റെ പരീക്ഷയാണ്, സെക്കൻഡിൽ ബാബയുടെ ഓർമ്മയിൽ ഈ ശരീരം വിട്ട് പോകണമെങ്കിൽ ആ സെക്കൻഡിൽ, അന്തിമ നിമിഷത്തിൽ നമുക്ക് ഒരേ ഒരു ബാബയുടെ മാത്രം ഓർമ്മയെ വരാൻ പാടൂ. പക്ഷെ ആ സമയത്ത് നമ്മൾ ജയിക്കണമെങ്കിൽ വളരെ കാലമായിട്ട് നമുക്ക് അതിൻ്റെ അനുഭവം ചെയ്ത ആ അഭ്യാസത്തിലൂടെ അനുഭവം നമുക്ക് ഉണ്ടായിരിക്കണം. എനിക്ക് ഒരേ ഒരു ബാബ മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഭാഗത്തേക്കും നമ്മളുടെ ബുദ്ധി പോകാൻ പാടില്ല. അപ്പം ഇനി നമ്മൾ ആ അഭ്യാസമാണ് ഇനി ചെയ്യേണ്ടത്. വേറെ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ബുദ്ധി പോകരുത്, വേറെ ഒരാളിലേക്കും പോകരുത്. ഒരേ ഒരു ബാബയിൽ മാത്രം ബുദ്ധിയെ സ്ഥിരമായിട്ട് വെക്കുക, ഏകാഗ്രമായിട്ട് വെക്കുന്നതിൻ്റെ അഭ്യാസം ഇനി അങ്ങോട്ട് വളരെയധികം കാലം ചെയ്താലേ അന്തിമത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ശ്രേഷ്ഠ ഗതി നമുക്ക് ലഭിക്കുകയുള്ളൂ. अभी रही कृष्ण और सुदामा की बात. कृष्ण और सुदामा दोनों आपस में मित्र थे. बचपन में साथ पढ़ते थे, साथ रहते थे. गुरुकुल के अंदर दोनों की बड़ी दोस्ती थी. एक बार कहते हैं उनकी गुरु माता ने कुछ चने दिए, लकड़ी काटने के लिए गए थे, लेकिन
सुदामा ने भूख लगी थी तो सारे चने खा लिए, बांटा नहीं, ऐसा कहानी बनाई है। और उसके कारण सुदामा बेगर बन गया और श्री कृष्ण महाराजा बन गया। अब महाराजा बन गया, इतने ठाट बाट से राजाई के अंदर रहने लगा, और सुदामा बेचारा वही गरीब फटे हाल, कुछ भी उसके पास नहीं। तो उसकी शादी हुई, उसके बच्चे हुए, झोपड़ी में रहता था भूखा प्यासा। बहुत मेहनत करने के बाद 2 रोटी उसको मिलती थी। तो उसके युगल ने कहा, तेरा दोस्त इतना साहूकार है, सुदामा के युगल ने, कि श्री कृष्ण तो देखो महलों में रहता है और तुम कहता वो मेरा मित्र है, तो मित्र से तुम मदद क्यों नहीं लेते हो? वो मदद करेगा तुमको। तो कहता है मैं फटे हाल, उससे क्या मदद मांगूं, मैं तो नहीं मांगूंगा। लेकिन उसने बहुत जोर लगाया, उसकी युगल ने, पत्नी ने। तो सुदामा बेचारा जाने लगा, चलो जाते हैं मित्र से मिल लेते हैं जा कर के। तो उसके युगल ने एक बात कही कि तुम मित्र से मिलने जाते हो, खाली हाथ नहीं जाना। तो कहता क्या ले जाऊं, मेरे पास है क्या जो उसके लिए ले जाऊं, उसके पास इतना सब भरपूर है। तो उसकी पत्नी ने, जो घर में चावल रखे थे, मिट्टी वाले गंदे चावल थे, तो पोटली में चावल बना करके बांध करके ऐसे दिए। अब सुदामा को शर्म आ रही थी, इतने पकवान खाने वाले को चावल देना, तो उसने छिपा लिया यहाँ पर, लेकिन लेके गया साथ में। पहले तो उसके द्वारपालों ने उसको जाने के लिए रोका, मारा, क्यों जाता है ये फटेहाल भिखारी। लेकिन जब श्री कृष्ण को पता चला कि हमारा मित्र आया है मिलने, तो आए, उनको रिसीव किया, स्वागत किया और ले गए। और ले गए तो उसके पैरों में छाले पड़े थे, कांटे लगे हुए थे, जूते चप्पल नहीं थे। तो श्री कृष्ण ने उसके पहले पाँव धोए, साफ किए, और फिर अचानक पूछा, भाभी ने क्या भेजा है मेरे लिए? अब उसको तो शर्म आ रही थी, क्या बोले। तो देखा कि यहाँ कुछ छिपा हुआ है, तो श्री कृष्ण ने उससे ले लिया, छीन लिया। और छीन करके जब एक मुट्ठी खाई, ऐसे खाने लगा, तो मुट्ठी खाते ही उसको एक महल मिल गया। दूसरी मुट्ठी लिया तो दूसरा महल मिल गया। अब ये तीसरी जब लेने लगा, तो रुक्मिणी जो थी श्री कृष्ण की युगल, उसने रोक लिया कि क्या कर रहे हो, सारा ही राज्य दे दोगे क्या? तो उसने स्टॉप कर दिया। तो महल मिल गए श्री कृष्ण के चावल मुट्ठी खाने से। श्री कृष्ण ने सुदामा के चावल मुट्ठी स्वीकार किए। तो बाबा ये कहानी बता के हमको कहता है, बच्चे भले तुम कितने भी गरीब हो, कुछ भी तुम्हारे पास नहीं है, फिर भी चावल मुट्ठी भी भगवान के लिए समर्पित करो। उसको जितना आप प्यार से स्वीकार करा दोगे, अगर उसने स्वीकार कर लिया तो तुमको महल मिल जाएंगे। ऐसे नहीं सोचो मैं तो गरीब हूँ, मेरे पास कुछ नहीं है, मैं क्या करूँ। लेकिन 10 रुपया है, उसमें से 1 रुपया भी बचा करके बाबा के काम में लगाओ, तो बाबा कहता एक काम मैं पदम गुना देने के लिए बंध जाऊंगा। तो सुदामा और कृष्ण की कहानी सुना करके बाबा हम बच्चों को कहता है, आप सब सुदामा हो और शिव बाबा तो सेठ है, साहूकार है। अगर उसके यज्ञ में, उसके रचे हुए रुद्र यज्ञ में तुम 1 रुपया भी सहयोग में दोगे, वर्णन नहीं करोगे, गुप्त दोगे, तो तुमको उसके रिटर्न में महल सतयुग के अंदर मिल जाएंगे। तो ये कहानी है സുദാമ और കൃഷ്ണ की। സുദാമ ശ്രീകൃഷ്ണൻ രണ്ടുപേരും കുട്ടിക്കാലത്ത് വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ ഒരു പ്രാവശ്യം സുദാമ കാട്ടിലേക്ക് കരിമ്പ് വെട്ടാൻ വേണ്ടി പോയി. അപ്പോൾ ഇതെല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയുള്ള കരിമ്പാണ്. പക്ഷെ അവിടെ എത്തിയപ്പോൾ സുദാമാവിന് വളരെയധികം വിശപ്പ് വന്നു. അപ്പോൾ വെട്ടിയ കരിമ്പൊക്കെ തന്നെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ അതിൻ്റെ ആ കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് സുദാമ ദരിദ്രനായി മാറി, ശ്രീകൃഷ്ണൻ രാജാവായിട്ട് മാറി, ധനവാനായിട്ട് മാറി. അപ്പം അങ്ങനെ കാലങ്ങൾക്ക് ശേഷം സുദാമാവിൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞു. അപ്പം ദരിദ്രനാണ്, പൈസയൊന്നുമില്ല, കഷ്ടപ്പെട്ട് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ കുറച്ച് പൈസ കിട്ടും. അപ്പോൾ ആ ദരിദ്രം കണ്ട് സുദാമാവിൻ്റെ ഭാര്യയെ പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്തല്ലേ, രാജാവല്ലേ, സമ്പന്നനല്ലേ, ഒന്ന് പോയി കാണൂ എന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് വിട്ടു. എല്ലാവർക്കും അറിയുന്നതാണ് കഥ. നിർബന്ധിച്ച് വിട്ടു. അവിടെ ചെന്നു. സുദാമാവിന് പോകുന്നേക്കാളും മുമ്പ് ഭാര്യ ഒരു പിടി അവൽ പൊതി കൊടുത്തു.
എന്തെങ്കിലും ഒന്ന് സുഹൃത്തിനെ കാണാൻ പോകുമ്പോൾ കൊടുക്കണമല്ലോ. അപ്പോൾ അതും കൊണ്ടുപോയി. അത് ഒളിപ്പിച്ച് വെച്ചിട്ടാണ് പോയത്. അവിടെ എത്തി. അപ്പോൾ ദ്വാരപാലകന്മാർ അകത്തേക്കൊന്നും കടത്തി വിട്ടില്ല. കാരണം വേഷം അങ്ങനെ ദാരിദ്ര്യം പിടിച്ച വേഷമായിരുന്നല്ലോ. അപ്പോൾ ശ്രീകൃഷ്ണൻ അറിഞ്ഞു കുചേലനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അകത്തേക്ക് വിളിപ്പിച്ചു. രൂപം കണ്ടപ്പോൾ തന്നെ ആകെ അഴുക്ക് നിറഞ്ഞ വസ്ത്രം. അപ്പോൾ കൃഷ്ണൻ ആദ്യം തന്നെ കാലൊക്കെ കഴുകി കൊടുത്തു. എന്നിട്ട് അടുത്ത് ചോദിച്ച ഇതാണ്, ഭാബി എനിക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ കുചേലൻ്റെ ഭാര്യ എനിക്ക് വേണ്ടിയിട്ട് എന്താണ് കൊടുത്തയച്ചത് എന്ന്. അപ്പോൾ കണ്ടു, അവിൽപ്പൊതി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ കൃഷ്ണൻ അത് തട്ടിപ്പറിച്ച് വാങ്ങിച്ചു. അത് വാങ്ങിച്ചിട്ട് അതിന്ന് ഒരു അവിൽപ്പൊതിയിൽ നിന്ന് ഒരു വായ കഴിച്ചപ്പോൾ അവിടെ ഒരു കൊട്ടാരം കിട്ടി. രണ്ടാമത്തെ വായ കഴിച്ചപ്പോൾ രണ്ടാമത്തെ കൊട്ടാരം കിട്ടി. മൂന്നാമത് കഴിക്കാൻ പോയപ്പോൾ രുക്മിണി ശ്രീകൃഷ്ണന്റെ ഭാര്യ അവിടെ തടഞ്ഞു വെച്ചു. ഇതെന്താ എല്ലാം കൊടുക്കാൻ പോവാണോ? അപ്പം അതാണ് കഥ. അപ്പം ഇതിൻ്റെ സാരം ബാബ നമുക്ക് കേൾപ്പിച്ച് തരാറുള്ളത് ഇതാണ്, നമ്മളാണ് സുധാമാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദരിദ്രരായിരിക്കാം, നമ്മുടെ കയ്യിൽ അത്രയൊന്നും പൈസ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ബാബയുടെ യജ്ഞത്തിൽ 10 രൂപ നമുക്ക് കിട്ടുന്നതിൽ 1 രൂപ നമ്മൾ ബാബയുടെ യജ്ഞത്തിൽ സമർപ്പണം ചെയ്യുകയാണെങ്കിൽ 1 കോടി ഇരട്ടിയായിട്ട് ബാബ നമുക്ക് തന്നെ അത് തിരിച്ചു തരും. സത്യയുഗത്തിൽ നമുക്ക് കൊട്ടാരം ലഭിക്കും. അപ്പം ഈ സാരാംശമാണ് ഈ കഥയിലൂടെ ബാബ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അല്ലാതെ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, ഞാൻ ദരിദ്രമാണ്, പൈസയ്ക്ക് കഷ്ടപ്പെടാണ്, അങ്ങനെ പറഞ്ഞിരിക്കുകയല്ല വേണ്ടത്. നമുക്ക് എന്താണോ ഉള്ളത് ആ ഉള്ളതിൽ നിന്ന് നമ്മൾ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ബാബയ്ക്ക് ഒരു ഷെയർ, ബാബയുടെ സേവനത്തിന് സമർപ്പണം ചെയ്യുക എന്നുള്ളത്. അത് ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ റിട്ടേൺ കൂടി ഇരട്ടിയായിട്ട് ബാബ നമുക്ക് തരുക തന്നെ ചെയ്യും. ठीक है, सभी प्रश्नों का उत्तर मिल गया, संतुष्ट? കേട്ടില്ല. എല്ലാ മാസത്തെയും മുരളിയിൽ അല്ലേ, മാസത്തിൻ്റെ ഫസ്റ്റ് ഡേറ്റിൻ്റെ മുരളിയിൽ താഴെ എഴുതാറുണ്ട്, ഒരു പാരഗ്രാഫ് കാണാറില്ലേ നമ്മളിത് പരമാത്മാവ് ബ്രഹ്മാവിൻ്റെ ശരീരത്തിലൂടെ ഉച്ചരിച്ച മഹാവാക്യമാണ്, ഇത് ബാബയുടെ സെൻറ്ററുകളിലാണ് ഉച്ചരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഈയിടെയായിട്ട് അങ്ങനെ കൊടുക്കാറുള്ളത് എന്ന് ചോദിക്കുകയാണ്. ये जनवरी महीने से हर महीने की पहली तारीख को मैं लिखता हूँ मुरली के अंदर। उसका कारण ये है कि जब से लॉकडाउन हुआ तब से लोगों ने ऑनलाइन क्लासेस शुरू किया। ऑनलाइन तो ठीक था, लेकिन जब यूट्यूब चला, चाहे उसके 4 स्टूडेंट यूट्यूब पर हों, लेकिन वो मुरली जो पब्लिक के लिए बाबा ने नहीं सुनाई है वो हमारी बहनें खुलेआम सुना रही हैं। कई ऐसी बातें हैं जो हिंदू धर्म या हमारी शास्त्र उनके स्पष्टीकरण के लिए बाबा ने हमें बहुत गहराई सुनाई है, लेकिन वो पब्लिक ऐसे समझ नहीं सकती। हमारी बुद्धि में क्यों आ रहा है कि हम इसको पब्लिक में ले आएं, यूट्यूब पर डालें, इससे बहुत डिससर्विस हो रही है। और डिससर्विस को रोकने के लिए हम अगर किसी बहन को कहते हैं, बहनें प्लीज़ यूट्यूब पर नहीं डालो इसको, तो कहती है मधुबन से डाला जाता है, वो आरसी वाले डालते हैं, उनको रोको पहले, हमको बहुत डिबेट करते हैं। तो हमने इसके लिए लिखा है कि अगर कोई सेंटर के द्वारा कोई डिससर्विस होगी वो जवाबदार है उसका। हमको बाबा ने ये मुरली ब्राह्मणों के आगे सुनाई है, पब्लिक के लिए नहीं है। पब्लिक में आपके लेक्चर जाएंगे, पब्लिक में आप स्पष्ट करोगे परमात्मा सर्वव्यापी नहीं है, गीता का भगवान श्री कृष्ण नहीं है, ये आपको स्पष्ट करना बाबा ने आपको बताया। और आप डायरेक्ट भगवान के महावाक्य पब्लिक में सुना रहे हो, तो जवाबदार कौन है इसका? मधुबन वाले तो जवाबदार नहीं है। इसलिए जो अथॉरिटी पर्सन सुना रहा है वो इसका जवाब देगा, ये लिखा जा रहा है। ये महावाक्य 69 के पहले सुनाए गए हैं। वर्तमान समय भारत के अंदर हिंदू राष्ट्र की बहुत मांग है, और इसके कारण बहुत सारी बातें हिंदू लोग जो पक्के कट्टर हैं वो कोई भी विरोधाभास वाली बात सुनना नहीं चाहते। आप रामायण के लिए अगर उल्टी बात बोलोगे, रावण के लिए बोलोगे, हुआ ही नहीं है। बाबा ने सब बताया अर्थ। जब कोई व्यक्ति अर्थ समझ जाता है तो समझ जाता है रावण क्या है, ये रामायण क्या है, महाभारत क्या है। बाबा तो सीधा कह देता है ये हुआ ही नहीं है।
और राम फेल हो गया तब उसको तीर कमान मिला। अब राम के भक्त अगर ये बात सुनेंगे तो क्या करेंगे? डंडा लेके आपके पास आएंगे कि आप ऐसे कैसे बोल सकते हो, आप हमारे हिंदू धर्म के नहीं हो। इसलिए बाबा की मुरली किस अर्थ से सुनाई गई है, क्यों सुनाई गई है, आप समझो और अपने भाई बहनों को समझाओ। आपके पास कोई आता है तो आप उनको स्पष्ट करो, लेकिन आप पब्लिक में सुना रहे हो तो जवाबदार कौन? इसलिए वो लिखा जा रहा है कि 69 के पहले सुनाए गए हैं और जो अथॉरिटी पर्सन वही सुनाएगा और केवल बीके भाई बहनों के लिए महावाक्य है, बाहर के लिए नहीं है। अगर हमको सुना रहे हैं तो बीके भाई बहनों को सुना रहे हैं, और क्यों सुना रहे हैं वो इसका अर्थ जानते हैं इसलिए सुना रहे हैं। आप जानते नहीं हो, पहले बीके बनो फिर भी डिबेट करो, लेकिन कहते हैं आप पब्लिक में ले आ रहे हो तो सब बातें। आज रामायण के बारे में किसी एक व्यक्ति ने कुछ उल्टा बोल दिया, उसके ऊपर केस हो गया। ऐसे समय पर बहनों को समझना चाहिए, टीचर्स को। लेकिन जिससे भी बोलो फोन पर, बहन जी आप यूट्यूब पर क्यों डाल रहे हो, बहन जी मेरे से लड़ने लगती। इसलिए ये हमने डालना शुरू किया कि आप जवाबदार हैं, आप जानो। അതായത് മുരളി ബ്രാഹ്മണ ആത്മാക്കൾക്ക് വേണ്ടി ശിവബാബ ഉച്ചരിക്കുന്നതാണ്, പബ്ലിക്കിന് വേണ്ടിയല്ല. അപ്പം അത് കൊറോണ കാലഘട്ടത്തിലാണ് മുരളി യൂട്യൂബ് വഴി എല്ലാവർക്കും കിട്ടുന്ന രീതിയിലായത്. അങ്ങനെ ആയപ്പോൾ അതിൻ്റേതായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുരളിയിൽ നമുക്കറിയാം ശ്രീകൃഷ്ണനല്ല ഗീതയുടെ ഭഗവാൻ, അതുപോലെ രാമായണത്തെക്കുറിച്ച് മഹാഭാരതത്തെക്കുറിച്ച് എന്തെല്ലാം ബാബ സത്യമായ കാര്യം നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ടോ അത് ജ്ഞാനമില്ലാത്ത പബ്ലിക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ തീർത്തും അവരുടെ ബുദ്ധി വിരോധിയായിട്ടുള്ള ബുദ്ധിയായിട്ട് മാറും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഹിന്ദുവാദികൾ വളരെയധികം ഉള്ള ഒരു സമയമാണ് ഭാരതത്തിൽ. അപ്പോൾ അവരെങ്ങാനും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ പബ്ലിക്കായിട്ട് ഇത് പറയുമ്പോൾ അവരെങ്ങാനും ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ അത് മതി അത്രയും വലിയ വിഘ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ചില സ്ഥലത്ത് വിഘ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ബായിജി എല്ലാ സിസ്റ്റേഴ്സിനോടും എല്ലാ സെൻറ്ററിലും പറയാറുണ്ട്, നിങ്ങൾ മുരളി ദയവ് ചെയ്തിട്ട് യൂട്യൂബിൽ പബ്ലിക്കായിട്ട് ഇടരുത്, അതുകൊണ്ട് ഡിസ്സർവീസാണ് ഈ രീതിയിൽ ഉണ്ടാകുന്നതെന്ന്. അപ്പോൾ പലരും തിരിച്ച് ബായുടെ അടുത്ത് വാദിക്കും, മധുബൻ ഇടുന്നുണ്ടല്ലോ, ORC ഇടുന്നുണ്ടല്ലോ. അപ്പോൾ ഭായി എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വന്നാലും ഹെഡ് ക്വാർട്ടേഴ്സിലാണല്ലോ കേസ് പോകുന്നത്. അപ്പം അതുകൊണ്ട് ഹെഡ് ക്വാർട്ടേഴ്സ് സുരക്ഷിതമായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഭായി എല്ലാ മാസവും മുരളിയിൽ താഴെ അങ്ങനെ എഴുതും. ഇത് 69 മുമ്പ് സാകാര ബ്രഹ്മാവിൻ്റെ മാധ്യമത്തിലൂടെ ശിവ പരമാത്മാവ് ഉച്ചരിച്ചതാണ്, കേവലം ബ്രാഹ്മണ ആത്മാക്കൾക്ക് വേണ്ടി. അപ്പോൾ പിന്നെ അത് കൊടുത്താൽ പിന്നെ എന്നിട്ടും നമ്മൾ അത് പബ്ലിക്കിന് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ സെൻറ്ററിലുള്ള സിസ്റ്ററിന് മാത്രമാണ്, മധുബനായിരിക്കില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം അത് ദയവ് ചെയ്തിട്ട് അതൊന്ന് മനസ്സിലാക്കണം സിസ്റ്റേഴ്സ്. അങ്ങനെ പബ്ലിക്കായിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമല്ല മുരളി എന്ന് പറയുന്നത്. അത് നമ്മുടെ സെൻറ്ററിൽ വരുന്നവർക്ക് സഹോദരി സഹോദരന്മാർക്ക് കേൾപ്പിച്ചു കൊടുക്കേണ്ടതാണ്. അതിനാണ് ബാബ നമുക്ക് മുരളി തന്നിട്ടുള്ളത്. आप लोगों को बता देता हूँ एक बात। आंध्र प्रदेश में कुछ संस्थाएं, हिंदू कट्टर हिंदू लोगों ने हमारी यूट्यूब की बाबा के ऐसे विरोधाभासी शब्दों को कट करके अलग अलग वीडियो बनाए और वीडियो बना करके प्रचार किया कि ये ब्रह्मा कुमारियाँ उल्टा बोल रही हैं, ये हमारे धर्म की नहीं हैं, ये सब क्रिश्चियंस हैं, इन सबसे सावधान रहो। एक वीडियो नहीं, कई वीडियो निकाले जो हमारे संस्था के बिल्कुल विपरीत हैं, और उसके कारण इतनी डिससर्विस हो रही है। फिर उसके बाद हम लोगों को कदम उठाना पड़ा, उनके ऊपर हमने केस किया। प्रूफ है उनके पास, लेकिन केस हमने किया कि ये हमारे भाई बहनों के लिए हैं। हम उनको बताते हैं इसका अर्थ क्या है, आध्यात्मिकता क्या है, लेकिन वो बहुत बड़ा हंगामा जैसा हो गया। अभी एक व्यक्ति, उनका जो बड़ा हेड है, वो उसको बहनें समझा के माउंट आबू लेके आई। उसने सब देखा, 1 घंटा मेरे साथ बैठा। मैंने उसको बताया कि हिंदू धर्म है क्या चीज़, हिंदू धर्म ही नहीं है। मैं सीधा ही बोला उसको, हिंदुस्तान में रहने वाला हिंदू कहाँ से हो गया? हमारा धर्म तो आदि सनातन देवी देवता धर्म है। अब जब उसको ये बात बताई तो हिंदू धर्म नहीं है बाबा कह रहा है, वो समझ गया क्यों कह रहा है। क्योंकि हमारे अंदर दिव्य गुण नहीं है, देवताई लक्षण नहीं है, हम हिंदू देवता कहला नहीं सकते, इसलिए हिंदू कहला रहे हैं। लेकिन धर्म तो वही है।
जब उसको बहुत स्पष्ट सब बातें बताई, गीता की बात सुनाई, सर्वव्यापी की बात सुनाई, तार्किक रूप से सिद्धांतिक रूप से जब उनसे हम बात करते हैं, प्यार से उनको समझाते हैं तो समझते हैं वो लोग। लेकिन आप अगर यूट्यूब पर डाल रहे हो, वो अंधश्रद्धा से आपसे पूछने तो आएंगे नहीं, आपका प्रोपोगंडा करेंगे, आपकी डिसर्विस करेंगे। क्यों हम ऐसा काम करें जो हमारे ज्ञान की, हमारी संस्था की बदनामी हो? इसलिए इस बात को समझने की जरूरत है। അപ്പം അങ്ങനെ ഒരു വിഘ്നം ഹൈദരാബാദിൽ ഉണ്ടായിട്ടുണ്ട്. ബായിജി പറയാണ്, അതായത് ഇങ്ങനെ നമ്മുടെ യൂട്യൂബിൽ മുരളി കേട്ടിട്ട് വിരോധികൾ അങ്ങനെ ബാബയുടെ ആ രീതിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിരോധമുണ്ടാക്കാൻ രീതിയിലുള്ള പോയിന്റ്സ് മുരളിയിൽ നിന്ന് എടുത്തിട്ട്, ഇപ്പം ഇതുപോലെ രാമായണം, ശ്രീകൃഷ്ണന്റെ കാര്യങ്ങൾ, ഭഗവത്ഗീതയുടെ കാര്യങ്ങളൊക്കെ അത് മാത്രം സെലക്ട് ചെയ്തിട്ട് അവർ സെപ്പറേറ്റ് കുറേ വീഡിയോകൾ ഉണ്ടാക്കിയിട്ട് അത് പ്രചരിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ബ്രഹ്മകുമാരീസ് ഹിന്ദു ധർമ്മത്തിന് എതിരായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, ഇവർ ഹിന്ദു ധർമ്മത്തിന്റെ കൂടെ നിൽക്കുന്നവരല്ല, ഇവരെന്തോ ക്രിസ്ത്യൻസ് ആണ് എന്നൊക്കെ പറഞ്ഞ് വളരെയധികം വിരോധം, വളരെയധികം പ്രശ്നം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം നമുക്ക് തന്നെ കേസ് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം നമ്മുടെ മേലാണല്ലോ മോശം പേര് വന്നത്. അപ്പോൾ ഇത് തെറ്റാണെന്ന് തെളിയിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ കേസ് കൊടുക്കേണ്ട ഒരു ആവശ്യമൊക്കെ വന്നു. അപ്പോൾ ഇത് പ്രചരിപ്പിച്ചതിൽ അതിലെ മുഖ്യമായിട്ടുള്ള ഒരു വ്യക്തിയെ മൗണ്ട് അബുവിലേക്ക് കുറേ പരിശ്രമിച്ചിട്ട് കാര്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ആ വ്യക്തിയുടെ അടുത്ത് രാജുഭായി 1 മണിക്കൂർ നേരം ഇരുന്ന് സംസാരിച്ചിട്ടാണ് അദ്ദേഹത്തിന് വാസ്തവം എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ബൈജി പറയാണ്, നമ്മൾ അങ്ങനെ പേഴ്സണൽ ആയിട്ട് ഇരുന്ന് വളരെ സ്നേഹത്തോട് കൂടിയിട്ട്, വളരെ യുക്തിയോട് കൂടിയിട്ട് ഏതുപോലെ ബാബ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് പറയാതെ, ഹിന്ദു ധർമ്മം ഇല്ല അങ്ങനെയൊന്നും പറയാതെ, എന്തുകൊണ്ടാണ് അങ്ങനെ ഹിന്ദു ധർമ്മമല്ല യഥാർത്ഥ പേര് എന്ന് ബാബ പറഞ്ഞത്, ദേവീ ദേവതാ ധർമ്മമാണ് നമ്മുടെ യഥാർത്ഥ ധർമ്മം. കാരണം ദൈവീക ഗുണങ്ങളുള്ള അവസ്ഥയിൽ, അതുകൊണ്ടാണ് ദേവീ ദേവതാ ധർമ്മം എന്ന് പറയുന്നത്. ഇന്ന് ദേവതാ ധർമ്മത്തിലുള്ള ആരുടെ ഉള്ളിലും ആ ദൈവിക ഗുണങ്ങൾ കാണുന്നില്ലല്ലോ. അപ്പോൾ എങ്ങനെ നമുക്ക് വിളിക്കാൻ സാധിക്കും ദേവതാ ധർമ്മം? അതുകൊണ്ടാണ് പേര് മാറ്റിയത്. അങ്ങനെ വളരെ സ്നേഹത്തോടെ യുക്തിയോടെ പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി. പക്ഷെ യൂട്യൂബിൽ ഡയറക്റ്റ് മുരളി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നവർക്ക് എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ പറ്റുക? തീർച്ചയായിട്ടും പെട്ടെന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന്. बस ठीक। और कुछ ये क्या पूछते हैं? जब योग में बैठते थे मधुबन में, तो उनको ऐसा लगा कि जैसे आत्मा उड़ती है ऊपर शरीर से डिटैच होके, तो उनको डर आ गए. तो फिर उन्होंने योग करना स्टॉप किया. तो क्या ऐसा अनुभव जब होते हैं तो उस समय क्या करना है? ऐसा है कि आत्मा कहीं शरीर से ऐसे उड़ के योग में जाती नहीं है, लेकिन अगर कोई अनुभव हुआ है तो डरने की क्या बात, अच्छी बात है. शरीर तो विनाशी है, जाने दो. അല്ല, അങ്ങനെ ആത്മാവ് അങ്ങനെ പോകുന്ന പോലെ ഒരു അനുഭവം വന്നാൽ പേടിക്കേണ്ട ആവശ്യം എന്താണ്? എന്താണെങ്കിലും മരിക്കുകയൊന്നുമില്ല. യോഗം ചെയ്തിട്ട് ആത്മാവ് ശരീരം വിട്ടു പോകുക, മരിക്കുകയൊന്നും ചെയ്യില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു അനുഭവം കിട്ടിയത് നല്ലതല്ലേ എന്ന് ഇതിനെ പേടിക്കുന്നതെന്ന്. शरीर छोड़ने में डरते हो क्या? അപ്പം മരിക്കാൻ പേടിയാണോ എന്ന്? अभ्यास ही हम शरीर छोड़ने का कर रहे हैं. നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസ് മുഴുവൻ തന്നെ ഈ ശരീരം വിട്ട് പോകാൻ വേണ്ടിയല്ലേ. इसलिए योग करना छोड़ो नहीं, लेकिन ऐसे अनुभव बार बार करने की जरूरत नहीं. ऐसा संकल्प नहीं करो ये अनुभव होगा. कभी कभी कोई को होता है, लेकिन योग ऐसा नहीं है कि आत्मा उड़ने लगती है. मन और बुद्धि से जरूर हम उड़ के बाबा के पास जाते हैं. അപ്പോൾ പ്രാക്ടിക്കലി അങ്ങനെ ആത്മാവ് പറക്കുന്ന അനുഭവം വേണം എന്നൊന്നും വിചാരിച്ചല്ല യോഗം ചെയ്യേണ്ടത്. മനസ്സും ബുദ്ധിയും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കേണ്ടത്. പിന്നെ ചിലവർക്ക് ചിലപ്പോൾ ഇടയ്ക്ക് അങ്ങനെ ഒരു അനുഭവം വരും. അത് പേടിക്കേണ്ട കാര്യമല്ല, അത് നല്ല അനുഭവമല്ലേ. बाकी आज की टॉपिक रह गई है, अभी टाइम नहीं है, 6:45 बजने वाला है. आज आप सभी ने देवता स्वरूप का अनुभव किया. देवता स्वरूप का अनुभव हुआ ना. पहले दिन ब्राह्मण स्वरूप का, दूसरे दिन फरिश्ते का, और आज देवता. तो जैसा लक्ष्य होता है वैसे लक्षण होते हैं. अगर हमारा लक्ष्य ऊंचा है कि हमें देवता बनना है,
तो देवता बनने वाली आत्माओं की चलन, उनका चेहरा, उनका व्यवहार, उनका चिंतन, देवता बनना है तो आज अगर कोई डॉक्टर बनना है, इंजीनियर बनना है, कोई बैरिस्टर बनना है, तो उसकी पढ़ाई है, उसका पुरुषार्थ है, उसके अनुसार उसके लक्षण हैं। हम सबको भी ये ध्यान देना है, केवल देवता दिवस नहीं मनाना, लेकिन देवताओं की रॉयल्टी क्या है, उनकी पर्सनैलिटी क्या है, उनकी प्योरिटी क्या है, उनकी धारणाएं क्या हैं, वो संपन्न स्वरूप क्या है, उस पर ध्यान देना, उसको प्रैक्टिकल में स्वरूप में लाना। हम कहें हम देवता बनने वाले हैं, बोल चाल ठीक नहीं है, रब डब बोल रहे हैं, इधर उधर आँख जा रही है, किसी की कमी दिखाई दे रही है, किसी की कोई गलतियाँ दिखाई देती, नोट है, तो ये वास्तव में देवताई लक्षण नहीं है। लक्षण होंगे तो हम लक्ष्य को प्राप्त कर सकेंगे। ഇപ്പം നമ്മൾ 3 ദിവസമായിട്ട് 3 സ്വരൂപത്തിൻ്റെ അഭ്യാസം ചെയ്യായിരുന്നു. ആദ്യത്തെ ദിവസം ബ്രാഹ്മണ സ്വരൂപം, പിന്നെ ഫരിഷ്ത സ്വരൂപം, ഇന്ന് ദേവതാ സ്വരൂപം. അപ്പോൾ ഏതൊരു സ്വരൂപത്തിൽ എത്തിച്ചേരണമെങ്കിലും ആ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ ആ ലക്ഷണം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ മുഖത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, വ്യവഹാരത്തിൽ എല്ലാം ആ ലക്ഷണം കാണപ്പെടണം. അപ്പം നമ്മുടെ ലക്ഷ്യം ദേവതയാവുക എന്നതാണ്. അപ്പം അതുകൊണ്ട് ദേവതമാരുടെ പേഴ്സണാലിറ്റി എന്താണ്, റോയൽറ്റി എന്താണ്, പ്യൂരിറ്റി എന്താണ്, ദേവതാ സ്വരൂപത്തിൻ്റെ അവസ്ഥ എന്താണ്, ഗുണങ്ങൾ, ഇതെല്ലാം നമ്മളുടെ സ്വഭാവത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ എല്ലാം നമ്മൾ ധാരണയിൽ കൊണ്ടുവരണം. ആ ലക്ഷണങ്ങൾ വന്നാലാണ് നമ്മൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദേവതയുടെ ലക്ഷണം ഇല്ലാത്ത കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ, കുറവുകൾ, ഇതെല്ലാം കാണുക എന്ന് പറയുന്നത് ദേവതമാരുടെ ക്വാളിറ്റി അല്ല. അപ്പം എന്താണോ ദേവതാ ക്വാളിറ്റി, അതാണ് നമ്മളുടെ ചലനത്തിൽ, പെരുമാറ്റത്തിൽ, വ്യവഹാരത്തിൽ എല്ലാം കൊണ്ടുവരേണ്ടത്. देवता का सबसे बड़ा लक्षण है देने वाला, लेवता नहीं। ये मुझे मान दे, सम्मान दे, वस्तु दे, सौगात दे, लेने वाला नहीं, सबको देने वाला. ഏറ്റവും മുഖ്യ ലക്ഷണം ദേവതയുടെ, ദേവത എന്ന് പറഞ്ഞാൽ ദേനേ വാല, കൊടുക്കുന്നവരാണ്, യാചിക്കുന്നവരല്ല, വാങ്ങിക്കുന്നവരല്ല. ഇവരെനിക്ക് ബഹുമാനം തരണം, ഇവരെനിക്ക് അത് തരണം, ഇത് തരണം, ഇങ്ങനെ ആഗ്രഹിക്കുന്നവർ, വാങ്ങിക്കുന്ന ആഗ്രഹം വെക്കുന്നവരല്ല, കൊടുക്കുന്ന ഭാവന ഉള്ളവരാണ് ദേവത. इसलिए सदा दाता बन के रहना, दिव्य गुणों से संपन्न बनना, हर एक आत्मा की विशेषताओं को देखना, अपनी विशेषताओं के आधार से सेवा करना, यही देवताई लक्षण है जो हमारे जीवन में हैं. तो लोग कहेंगे तो जैसे चलते फिरते अभी देवता है, तो हमें अभी देवता बन करके फिर भविष्य में देवता पद लेना है. അപ്പം അതുകൊണ്ട് ദാതാവിൻ്റെ അവസ്ഥ ഉണ്ടാക്കണം. അതാണ് ദേവതയുടെ ലക്ഷണം. ദാതാവാകണം. ദേവതയുടെ ക്വാളിറ്റി നമ്മൾ കൊണ്ടുവരണം. ഒരിക്കലും മറ്റുള്ളവരുടെ ദുർഗുണങ്ങളെ നോക്കാതെ വിശേഷതകളെ മാത്രം നമ്മൾ നോക്കണം. നമ്മളുടെ സ്വന്തം വിശേഷതകൾ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യവും ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇപ്പോഴേ തന്നെ നമ്മൾ ദേവതാ ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ, ഭാവിയിലാണ് ശരിക്കും പ്രാക്ടിക്കലി ദേവതയാകുന്നത്, പക്ഷെ ഇപ്പോഴേ നമ്മൾ ആ ക്വാളിറ്റിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളെ നോക്കി പറയും, ഇവരിപ്പം തന്നെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ദേവതയായി മാറി എന്ന് അവർക്ക് അനുഭവം വരും. ऐसे नहीं सोचना कोई मुझे कुछ दे तो मैं दूं, ये तो कभी प्यार से बोलता ही नहीं, मैं क्यों प्यार से बोलूं, ये तो कभी सम्मान देता ही नहीं, मैं क्यों दूं. तो ये कोई सौदा नहीं है. बाबा कहता तुम बच्चे निस्वार्थ भाव से करते चलो, देते चलो, देते चलो. आज नहीं तो कल उसको महसूस होगा, रिटर्न करेगा. इच्छा नहीं रखो. तो दाता बन करके जो विशेषताएं हैं, जो बाबा ने हमें दिया है, ज्ञान, गुण, शक्तियाँ, इतनी ऊंची जीवन, हम अपनी दृष्टि से, अपनी बोल से, अपनी वृत्ति से, अपने कर्म से सबको कुछ न कुछ दें, अनुभव कराएं, तब दाता बने, देवता बन जाएंगे. ദാതാവാകണമെങ്കിൽ എപ്പോഴും കൊടുക്കണം എന്നുള്ള ഭാവന ഉണ്ടായിരിക്കണം. അല്ലാതെ അവരെനിക്ക് ബഹുമാനം തന്നാൽ ഞാൻ കൊടുക്കാം, സ്നേഹം തന്നാൽ ഞാൻ കൊടുക്കാം, അങ്ങനെയല്ല. അവർ തന്നാലും തന്നില്ലെങ്കിലും ഞാൻ തീർച്ചയായിട്ടും അവർക്ക് നൽകിക്കൊണ്ടിരിക്കും എന്നുള്ള ഭാവന വേണം. എന്തൊക്കെയാണോ ബാബ എനിക്ക് തന്നിട്ടുള്ള ഖജനാവ്, ജ്ഞാനത്തിൻ്റെ, ഗുണങ്ങളുടെ, യോഗശക്തിയുടെ, ധാരണകളുടെ, ഇതിൻ്റെ എല്ലാം ഗുണങ്ങളുടെ, സദ്ഗുണങ്ങളുടെ, ഇതിൻ്റെ എല്ലാം തന്നെ ഖജനാവ് നമുക്കുണ്ട്. ഇത്
നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക. ആ ഭാവന വന്നാലാണ് നമ്മൾ ദേവതാ ക്വാളിറ്റിയിലേക്ക് കൊടുക്കുന്നവരായിട്ട് മാറുകയുള്ളൂ. चलो अभी हम कुछ समय के लिए बाबा की याद में बैठे, फिर आप लोग योग करना, फिर मैं आऊँगा दोबारा, ठीक है? 5 मिनट के लिए ये नमाज शाम का समय तो कंटिन्यू योग करना 8 बजे तक, लेकिन हमारे साथ आप 5 मिनट अशरीरी स्थिति का अनुभव करो. ഇനിയുള്ള 5 മിനിറ്റ് അശരീരി സ്ഥിതിയുടെ അഭ്യാസം